ക്വസ്റ്റ്യൻ ആണ്, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഡിസംബർ 2023 ക്വസ്റ്റ്യൻ ആണത്. SNS Limited is expanding its business in UAE and look after the business affairs abroad. Proposes to appoint Vikram as an additional director. He is a MTech and had done his executive MBA from IIM and IIM in Bangalore and has working experience in corporate sector at the top management level. Since the next board meeting is not held early, it is proposed to be appointing him as an additional director. By obtaining board approval through resolution by circulation, you are being a company secretary of company request to draft a resolution along with a brief note their own consideration and approval of the directors in compliance with the provisions of the Companies Act 2013. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഒന്നാമത്തത് റെസൊല്യൂഷനാണ്. രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ ഒരു ബ്രീഫ് നോട്ടാണ്. അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുന്നത് റെസൊല്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിനോടൊപ്പം തന്നെ ഒരു ബ്രീഫ് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ആ റെസൊല്യൂഷനിൽ ഫസ്റ്റത്തെ പോയിന്റ് പറഞ്ഞാൽ അഡീഷണൽ ഡയറക്ടർ എന്താണെന്ന് നമുക്ക് അറിയണം. അഡീഷണൽ ഡയറക്ടർ എന്താണെന്ന് അറിയണം. പിന്നെ ഇവിടെ എന്ന് പറയുന്നത് റെസൊല്യൂഷനും പറയണം. എന്താണ് ഈ റെസൊല്യൂഷൻ? ഈ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞാൽ മതി ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഇതിന്റെ മെയിൻ പൊസിഷൻസ് ആയുള്ള ആൻസർ കീ. ഇത് നിങ്ങളുടെ പൊസിഷൻസിന്റെ ടെക്സ്റ്റത്തെ നോട്ടാണ്. ടെക്സ്റ്റത്തെ ഈ ഭാഗത്തു നിന്നാണ് ഈ ആൻസർ വന്നിരിക്കുന്നത്. ഇത് സിമ്പിളായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് അഡീഷണൽ ഡയറക്ടർ എന്താണ്? അഡീഷണൽ ഡയറക്ടറിന്റെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 161 സബ്സെക്ഷൻ 1 ആണ്. അഡീഷണൽ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഒരു എക്സിസ്റ്റിംഗ് ഡയറക്ടേഴ്സിന് പകരമായിട്ട് ഒരു ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യണതാണ് അഡീഷണൽ ഡയറക്ടർ. ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? ബോർഡ് ഓഫ് ഡയറക്ടർ ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. എന്തിന്റെ ബേസിസിൽ? എന്തിന്റെ ബേസിൽ എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷന്റെ ബേസിൽ. പിന്നെ ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേത് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷന് അഡീഷണൽ ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പവർ നൽകണം. പിന്നെ ബോർഡ് ഓഫ് ഡയറക്ടർ ഇയാളെ അപ്പോയിന്റ് ചെയ്യണം. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഏറ്റവും മിനിമം ക്വാളിഫിക്കേഷന്, അതായത് അഡീഷണൽ ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യാനുള്ളത്. ഇതിന്റെ സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 161 ആണ്. അതോടൊപ്പം തന്നെ ഇയാൾക്ക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ജനറൽ മീറ്റിങ്ങിന് ഇയാളെ ഡയറക്ടറായിട്ട് തെരഞ്ഞെടുത്തിട്ട് ഇയാൾ ഫൈലാവാൻ പറ്റില്ല. ജനറൽ മീറ്റിംഗിൽ ഇയാളെ ഡയറക്ടർ ആക്കാൻ വേണ്ടിയിട്ട് റെക്കമെൻഡേഷൻ കൊടുത്തു, പക്ഷെ ഇയാളെ ഡയറക്ടർ ആക്കിയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് അഡീഷണൽ ഡയറക്ടർ ആവാൻ പറ്റില്ല. അതാണ് ഈ രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. പിന്നെ അഡീഷണൽ ഡയറക്ടറിന്റെ ടെന്യൂർ. അഡീഷണൽ ഡയറക്ടറിന്റെ ടെന്യൂർ, ഫോർ എക്സാമ്പിൾ, Sumit was appointed as additional director by Board of Directors on 10th January 2022. He held office till the AGM 13 September. അതായത് ഒരാളെ അഡീഷണൽ ഡയറക്ടർ 10ാം തീയതിയാണ് ഒരാളെ അഡീഷണൽ ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്നാണോ ആനുവൽ ജനറൽ മീറ്റിംഗ് നടക്കുന്നത് അതുവരെയാണ് അയാളുടെ ടെന്യൂർ. അതുവരെയൊക്കെയുള്ള അയാൾക്ക് അഡീഷണൽ ഡയറക്ടറായിട്ട് ആ കമ്പനിയിൽ തുടരാൻ പറ്റുള്ളൂ. ഇതാണ് അതിന്റെ ടെന്യൂർ. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ്, നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇയാളുടെ ടെന്യൂർ ആണ് അപ് ടു AGM.
അല്ലെങ്കിൽ എന്നാണോ AGM നടക്കേണ്ടത് അതുവരെ. പിന്നെ ഇത് ഏതൊക്കെ കമ്പനീസിനാണ് ഇങ്ങനത്തെ ഒരു അഡീഷണൽ ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉള്ളത്? സെക്ഷൻ 161 സബ്സെക്ഷൻ 1 അപ്ലൈസ് ടു ഓൾ കമ്പനീസ്. ഇത് പ്രൈവറ്റ് ആവട്ടെ പബ്ലിക് ആവട്ടെ എല്ലാവർക്കും പറ്റും ഈ അഡീഷണൽ ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യാനും. പിന്നെ ഫയലിംഗ് റിക്വയർമെന്റ് ആണ്. ഫയലിംഗ് റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഏത് ഒരു കമ്പനി ROCക്ക് ഏത് ഫയൽ സബ്മിറ്റ് ചെയ്തിട്ടാണ് അഡീഷണൽ ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്തെന്ന് അറിയിക്കേണ്ടത്. അത് ഈ ഫോം DIR 12. പിന്നെ അതിന് ബോർഡ് റെസൊല്യൂഷൻ വേണം. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് അഡീഷണൽ ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യുക. അപ്പോൾ അതിന്റെ ബേസിസ് ആയിട്ട് ഇയാൾ അപ്പോയിന്റ് ചെയ്തെന്നുള്ളതിന് ബോർഡ് റെസൊല്യൂഷൻ വേണം. പിന്നെ ഈ അഡീഷണൽ ഡയറക്ടറായിട്ട് തുടരാൻ സമ്മതമാണെന്ന് അറിയിക്കുന്ന ഒരു ഫോമാണ് ഫോം DIR 2, അതായത് സെക്ഷൻ 152 സബ്സെക്ഷൻ 2 അല്ല 3 ആവുന്നു. ഓക്കെ, സെക്ഷൻ 152. പിന്നെ KYC, ഡയറക്ടറിന്റെ KYC, അതായത് നോ യുവർ കസ്റ്റമർ എന്നൊക്കെ പറയും. നമ്മുടെ ബാങ്കിലൊക്കെ KYC പ്രൊസീജിയേഴ്സ് ഉണ്ട്, അതേപോലെ ഡയറക്ടേഴ്സിനും ഒരു KYC പ്രൊസീജിയേഴ്സ് ഉണ്ട്. പിന്നെ ഇയാളുടെ ഡിക്ലറേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ അതർ എൻറ്റിറ്റീസ്, അതായത് ഇയാൾക്ക് മറ്റൊരു എൻറ്റിറ്റീസിൽ ഇയാളുടെ ഇൻട്രസ്റ്റ് ഉണ്ടോ അതും ഈ ഫയലിംഗ് റിക്വയർമെന്റിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ ഫസ്റ്റില് നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടത്? ഒന്നാമത്തത് DIR 12, ഫോം DIR 12, ബോർഡ് റെസൊല്യൂഷൻ, പിന്നെ ഫോം DIR 2 കൺസെന്റ്, പിന്നെ KYC, പിന്നെ ഡിക്ലറേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ അതർ എൻറ്റിറ്റീസ്. ഈ 4 കാര്യങ്ങളാണ് ഒരു ഫയലിംഗ് റിക്വയർമെന്റിൽ വേണ്ടത്. അപ്പോൾ ഒന്നുകൂടിയും പറയാം, ഒരു അഡീഷണൽ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഒരു എക്സിസ്റ്റിംഗ് ഡയറക്ടറിന് ബദലായിട്ട് വരുന്ന ഒരു ഡയറക്ടറാണ് അഡീഷണൽ ഡയറക്ടർ. അതിനെ റോൾ ചെയ്യുന്ന സെക്ഷനാണ് സെക്ഷൻ 161. അപ്പോൾ അഡീഷണൽ ഡയറക്ടറിന് അപ്പോയിന്റ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷന് ഓതറൈസ് ചെയ്യണം. രണ്ടാമത്തേത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇയാൾ അപ്രൂവ് ചെയ്യണം. പിന്നെ ഇയാൾ ഒരു ജനറൽ മീറ്റിംഗിൽ ഡയറക്ടർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാളെ റിജക്ട് ചെയ്ത ആളാവാനും പാടില്ല. അതാണ് ഇതിന്റെ 3 കണ്ടീഷൻ. പിന്നെ ഇയാളുടെ ടെന്യൂർ എന്ന് പറയുന്നത് അയാൾ അപ്പോയിന്റ് ചെയ്തിട്ട് എന്നാണോ AGM അത് വരെയാണ് അയാളുടെ ടെന്യൂർ. അല്ലെങ്കിൽ ഏത് ദിവസമാണോ AGM നടക്കേണ്ടത് ആ ദിവസം വരെയാണ് അയാളുടെ ടെന്യൂർ. പിന്നെ ഇയാളുടെ അപ്ലിക്കബിലിറ്റി, ഏതൊക്കെ കമ്പനീസിന് അഡീഷണൽ ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യാം? എല്ലാ കമ്പനീസും. സെക്ഷൻ 61 അപ്ലൈസ് ടു ഓൾ കമ്പനീസ്, പ്രൈവറ്റ് ആവട്ടെ പബ്ലിക് ആവട്ടെ എല്ലാവർക്കും ഇതിൽ അഡീഷണൽ ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യാം. പിന്നെ ഫയലിംഗ് റിക്വയർമെന്റ് ഏതൊക്കെ ഫയലുകൾ വേണം ഒരു അഡീഷണൽ ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്? DIR 12 ROCക്ക് സബ്മിറ്റ് ചെയ്യണം, ഫസ്റ്റത്തെ പോയിന്റ്. പിന്നെ ബോർഡ് റെസൊല്യൂഷൻ വേണം. ബോർഡ് റെസൊല്യൂഷന്റെ ഒപ്പം തന്നെ DIR 2, അതായത് ഡയറക്ടർ ഈ ഡയറക്ടറിന്റെ ഓഫീസ് ഹോൾഡ് ചെയ്യാൻ സമ്മതമാണെന്ന് അറിയിക്കുന്ന ഒരു ഫോമാണ് DIR 2, അതായത് സെക്ഷൻ 152. അതും വേണം. പിന്നെ KYC, ഡയറക്ടറിന്റെ നോ യുവർ കസ്റ്റമർ എന്ന് പറയുന്ന പോലെ KYC പ്രൊസീജിയേഴ്സ് അപ്ലിക്കബിൾ ആണ്. പിന്നെ ഡിക്ലറേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ അതർ എൻറ്റിറ്റീസ്, ഈ ഡയറക്ടറിന് മറ്റുള്ള എൻറ്റിറ്റീസിലുള്ള ഇൻട്രസ്റ്റിനെയും ഈ ഫയലിംഗ് ഡോക്യുമെന്റിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യണം. അടുത്തത് റെസൊല്യൂഷൻ എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ബോർഡ് മീറ്റിംഗിൽ മീറ്റിംഗ് നടത്താതെ, അതായത് ഫിസിക്കൽ പ്രസൻസ് ഇല്ലാതെ ഇവർക്ക് ഓരോ നോട്ടീസ് കൊടുത്തിട്ട് അല്ലെങ്കിൽ റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ട് ഒരു തീരുമാനം എടുക്കാം. അതാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അതിനെ റൂൾ ചെയ്യുന്ന സെക്ഷനാണ് സെക്ഷൻ 175. ഇതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ, കമ്പനീസ് ക്യാൻ പാസ് റെസൊല്യൂഷൻ ത്രൂ സർക്കുലേഷൻ ഇൻസ്റ്റെഡ് ഓഫ് ഹോൾഡിംഗ് ബോർഡ് ഓർ കമ്മിറ്റി മീറ്റിംഗ് ഇല്ലാതെ ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സർക്കുലേഷൻ മുഖാന്തരം ഒരു റെസൊല്യൂഷൻ പാസ്സാക്കാൻ പറ്റും. അതായത് ഫിസിക്കൽ, ഇപ്പൊ നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന മാതിരി ഒരു ഡിസിഷൻ എടുക്കാതെ നമ്മളിങ്ങനെ ഓരോരുത്തർക്ക് ഞാൻ മുബാരിസിനൊരു നോട്ടീസ് അയക്കണു, ഒരു സർക്കുലേഷൻ അയക്കണു, അച്യുതിനൊരു സർക്കുലേഷൻ അയക്കണു, പിന്നെ ദേവിനന്ദനൊക്കെ ഒരു സർക്കുലേഷൻ അയക്കണു, അതിൽ അവരെ കൺസെന്റ് നൽകുന്നു. അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിനാണ് റെസൊല്യൂഷൻ പറയുന്നത്, അതായത് റെസൊല്യൂഷൻ ബൈ സർക്കുലേഷൻ എന്ന് പറയുന്നത്. അത് റോൾ ചെയ്യുന്ന സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 175 ആണ്. പിന്നെ ഇതിന്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇത് ഡ്രാഫ്റ്റ് റെസൊല്യൂഷൻ അലോങ് വിത്ത് നെസസറി ഡോക്യുമെന്റ് മസ്റ്റ് സെൻഡ് ടു ഓൾ
ഡയറക്ടേഴ്സ് ഓർ കമ്മിറ്റി മെമ്പേഴ്സ്. ഈ ഡ്രാഫ്റ്റ് റെസൊല്യൂഷനും അതേപോലെ തന്നെ അതിന് നെസസറി ആയിട്ടുള്ള ഡോക്യുമെന്റ്സും എല്ലാ ഡയറക്ടേഴ്സിനും നമ്മൾ അറിയിക്കണം. എല്ലാ ഡയറക്ടേഴ്സും അറിയിക്കണം. ഇത് ഏത് മുഖാന്തരമാണ്? ഹാൻഡ് ഡെലിവറി. ഹാൻഡ് ഡെലിവറി എന്ന് പറഞ്ഞാൽ ഞാൻ നേരിട്ട് ഇത് റെസൊല്യൂഷൻ ആണ്. ഹാൻഡ് റെസൊല്യൂഷൻ നേരെ ഇപ്പൊ ഞാൻ മുബാരിസ് ഒരു ഡയറക്ടർ ആണെന്നുണ്ടെങ്കിൽ മുബാരിസിന് നേരെ കൊടുക്കുക. അതാണ് ഹാൻഡ് റെസൊല്യൂഷൻ. പിന്നെ അടുത്തത് സ്പീഡ് പോസ്റ്റ്. പോസ്റ്റൽ ഓഫീസിൽ പോയ സ്പീഡ് പോസ്റ്റ് ഉണ്ടാവും. പിന്നെ കൊറിയർ, ഇമെയിൽ ഓർ ഫാക്സ്. ഈ വഴികളിലൂടെ നമുക്ക് റെസൊല്യൂഷൻ പാസ് ചെയ്യാൻ പറ്റും. എവിടേക്ക്? രജിസ്റ്റേർഡ് അഡ്രസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള അയാളുടെ രജിസ്റ്റേർഡ് അഡ്രസ്സിലാണ് ഇത് അറിയിക്കേണ്ടത്. ഈ റെസൊല്യൂഷൻ എപ്പോഴാണ് പാസ്സാവുക? മെജോറിറ്റി ഓഫ് ഡയറക്ടേഴ്സ് ഇതിന് അപ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ റെസൊല്യൂഷൻ പാസ്സാവുകയുള്ളൂ. പിന്നെ വേറൊരു കണ്ടീഷൻ, ഇപ്പോ ഈ റെസൊല്യൂഷന് ഇങ്ങനത്തെ ഒരു തീരുമാനം ഈ സർക്കുലേഷൻ മുഖാന്തരം തീരുമാനിക്കാൻ പറ്റൂല. ഒരു ബോർഡ് മീറ്റിംഗ് ആക്കണം, ഒരു നീണ്ട ചർച്ച വേണമെന്ന ഒരു ഭാഗം ആൾക്കാർക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 1/3, അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ 1/3 ആൾക്കാർ ഇതിനെ മീറ്റിംഗ് വേണമെന്നുള്ള ഒരു സബ്ജക്റ്റ് അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ റെസൊല്യൂഷൻ ക്യാൻസൽ ചെയ്തിട്ട് ബോർഡ് മീറ്റിംഗ് നടത്താം. If at least 1/3 of total directors demand that the resolution be decided in board meeting, the chairperson must include it in meeting agenda. Resolution passed by circulation must be recorded in the minutes of next board meeting. അതായത് ചെയർമാൻ ഇപ്പോൾ 1/3 ഓഫ് ഡയറക്ടേഴ്സ് പറയാണ് നമുക്ക് ഈ തീരുമാനം സർക്കുലേഷൻ മുഖാന്തരം പറ്റില്ല, നമ്മൾ മീറ്റിംഗ് കൂടിയിട്ട് മാത്രമേ തീരുമാനിക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ചെയർമാന് ഇത് മീറ്റിംഗിന്റെ അജണ്ട ആയിട്ട് കണക്കാക്കണം. അതായത് ആ റെസൊല്യൂഷന്റെ സബ്ജക്ട് മാറ്റർ മീറ്റിംഗിൽ സംസാരിക്കണം. അതാണ് ഇതിൽ പറയുന്നത്. രണ്ടാമത്തെന്ന് പറയുന്നത്, ഈ സംഭവം ഇപ്പൊ ഒരു റെസൊല്യൂഷൻ നടന്നു വിചാരിച്ചിട്ട് ഒരു ബോർഡ് മീറ്റിംഗ് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ആ ബോർഡ് മീറ്റിംഗിന്റെ സബ്ജക്ട് മാറ്റർ മിനിറ്റ്സിൽ ഇങ്ങനത്തെ റെസൊല്യൂഷൻ പാസ്സായി എന്നുള്ള കാര്യം നമ്മൾ അറിയിക്കും വേണം, ആ ബോർഡ് മീറ്റിംഗ് നടത്തും വേണം. അതാണ് ഈ പ്രൊവിഷൻ പറയുന്നത്. പിന്നെ ചില കാര്യങ്ങൾ റെസൊല്യൂഷൻ മുഖാന്തരം പാസ്സാക്കാൻ പറ്റില്ല. അത് ഏതൊക്കെയാണ്? സെക്ഷൻ 179 സെക്ഷൻ 3 ഓഫ് ആൻഡ് റൂൾ 8 ഓഫ് ദി കമ്പനീസ് മീറ്റിംഗ് ആൻഡ് ബോർഡ് ഓഫ് ഇറ്റ്സ് പവേഴ്സ് ആൻഡ് റൂൾസ്. ഈ സെക്ഷനിൽ പറയുന്ന സംഭവങ്ങളൊന്നും റെസൊല്യൂഷൻ മുഖാന്തരമായിട്ട് പാസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ബോർഡ് മീറ്റിംഗിന് ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയും. ജനറൽ മീറ്റിംഗിന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ബോർഡ് മീറ്റിംഗിനാണെങ്കിൽ സെക്രട്ടറി സ്റ്റാൻഡേർഡ് 1, ജനറൽ മീറ്റിംഗ് ആണ് സെക്രട്ടറി സ്റ്റാൻഡേർഡ് 2, അങ്ങനത്തെ ഒരു സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ റെസൊല്യൂഷന് നമ്മൾ മാനിക്കേണ്ട സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണ്? ഈച്ച് ഐറ്റം ഓഫ് ബിസിനസ് മസ്റ്റ് ബി എക്സ്പ്ലെയിൻ വിത്ത് പ്രൊപ്പോസൽ ഡീറ്റെയിൽസ് ആൻഡ് റിലവന്റ് ഫാക്ട്സ്, സ്കോപ്പ്, മീനിങ് ആൻഡ് ഇംപ്ലിക്കേഷൻ, ഡയറക്ടേഴ്സ് ഇൻട്രസ്റ്റ് കൺസേൺ ഇൻ ദി റെസൊല്യൂഷൻ. പ്രൊപ്പോസൽ ഡീറ്റെയിൽസ്, റിലവന്റ് ഫാക്ട്സ്, സ്കോപ്പ്, മീനിങ്, ഇംപ്ലിക്കേഷൻ, ഡയറക്ടർ ഇൻട്രസ്റ്റ് കൺസേൺ ഇൻ ദി റെസൊല്യൂഷൻ. ഇതെല്ലാം നമ്മുടെ റെസൊല്യൂഷനിൽ സ്പെസിഫൈ ചെയ്യണം, അതിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. Director must inform about how to assent or dissent and the last date for response. ഈ റെസൊല്യൂഷനിൽ ഡയറക്ടേഴ്സ് എങ്ങനെയാണ് അവരുടെ സമ്മതം അറിയിക്കേണ്ടത് അല്ലെങ്കിൽ അവരുടെ വിരക്തി അറിയിക്കേണ്ടത് എന്നൊക്കെ ഈ റെസൊല്യൂഷനിൽ പറഞ്ഞിരിക്കണം. പിന്നെ ഈ റെസൊല്യൂഷൻ അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ സാധനം വിത്തിൻ 7 days, അതായത് റെസൊല്യൂഷൻ കിട്ടിയ വിത്തിൻ 7 days ഈ റെസൊല്യൂഷന്റെ റെസ്പോൺസ് ഡയറക്ടേഴ്സ് അറിയിക്കണം. പിന്നെ അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് സെക്ഷൻ 152 സബ്സെക്ഷൻ സെക്ഷൻ 152, അതായത് അപ്പോയിന്റ്മെന്റ് ഓഫ് ഡയറക്ടർ. ഡയറക്ടറിന്റെ അപ്പോയിന്റ്മെന്റ്, ഡയറക്ടേഴ്സിന്റെ അപ്പോയിന്റ്മെന്റ് അവരുടെ കൺസെന്റ് അറിയിക്കണം. നമ്മൾ DIR 2 എന്ന് പറഞ്ഞില്ലേ, DIR 2 അതായത് ഡയറക്ടർ ഓഫീസ് ഹോൾഡ് ചെയ്യാൻ അവരുടെ കൺസെന്റ് കൊടുക്കുന്നതിന്റെ ഒരു ഫോമാണ് DIR 2. അത് പറയുന്ന പ്രൊവിഷൻ ആണ് സെക്ഷൻ 152, അപ്പോയിന്റ്മെന്റ് ഓഫ് ഡയറക്ടേഴ്സ്. ഓക്കെ, അടുത്തത് പറയുന്നത് ഈ സംഭവം നോട്ട് ചെയ്ത് വെച്ചോ.
സെക്ഷൻ 164, അതായത് ഒരു ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ അയാൾക്ക് വരുന്ന ഡിസ്ക്വാളിഫിക്കേഷൻ ആണ് സെക്ഷൻ 164 പറയുന്നത്. അതിൽ ഒന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ ഡയറക്ടർ അൺസൗണ്ട് മൈൻഡ് ആണ്, അയാൾക്ക് ബുദ്ധിയില്ല, അയാൾക്ക് ഭ്രാന്താണ്. അത് കോർട്ട് എന്ത് ചെയ്തിരിക്കണോ, ഇത് ഡിക്ലെയർ ചെയ്തിരിക്കണു. ഒരാള് അൺസൗണ്ട് മൈൻഡ് ആണെന്നുള്ളത് കോർട്ട് ഡിക്ലെയർ ചെയ്തിരിക്കണു. അങ്ങനെയാണെങ്കിൽ അയാൾ ഡിസ്ക്വാളിഫൈഡ് ആണ്. രണ്ടാമത്തെ ഈസ് ആൻ അൺഡിസ്ചാർജ് ഇൻസോൾവെന്റ്, അയാൾക്ക് ഭയങ്കര കടങ്ങളും ഡെപ്തുകളും ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാളെ ഈസ് ആൻ അൺഡിസ്ചാർജ് ഇൻസോൾവെന്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്താൽ അയാളും ഡിസ്ക്വാളിഫൈഡ് ആണ് ഡയറക്ടർ ആവാൻ വേണ്ടിയിട്ട്. അടുത്തത് പറയുന്നത്, he has applied to adjudicate as an insolvent and his application is pending. ഒരാള് ഇൻസോൾവെന്റ് ആണെന്നുള്ളതിന്റെ അഡ്ജുഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ അയാൾക്കെതിരെ ഇൻസോൾവൻസിക്കുള്ളൊരു കേസ് പെൻഡിങ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാള് എന്താണ് ഡയറക്റ്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ അയാൾ ഡിസ്ക്വാളിഫൈഡ് ആണ്. അടുത്തത്, അയാൾ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നു, അതായത് 6 മാസത്തിൽ കുറയാത്തൊരു ഒഫൻസ് അയാൾ കമ്മിറ്റ് ചെയ്യുകയും 5 വർഷം അതിന് അതായത് ആ ഒഫൻസിന് ചെയ്തിട്ട് അയാൾ 5 വർഷം കഴിയാതെ അയാൾക്ക് പിന്നെ ഒരു കമ്പനിയിൽ ഡയറക്റ്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റൂല. 5 വർഷം കഴിഞ്ഞിട്ടുള്ളൂ അയാൾക്ക് ഒരു ഡയറക്ടർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ വേറെ ഇതൊരു പ്രൊവിഷൻ എന്ന് പറയുന്നത്, ഇയാൾ ഒരു 7 വർഷം ഇംപ്രസ്മെന്റ് ഉള്ള ഒരു ഒഫൻസ് ആണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഒരിക്കലും ഒരു കമ്പനിയിലും ഡയറക്ടർ ആയിട്ട് തുടരാൻ പറ്റൂല. പിന്നെ അയാളുടെ ഡയറക്ടർ ആവാൻ അയാളെ ട്രിബ്യൂണലോ കോർട്ടോ അയാളെ ഡിസ്ക്വാളിഫൈ ചെയ്തത്, അയാൾ ഡയറക്ടർ ആവാൻ പാടില്ല എന്നുള്ളൊരു കോർട്ട് ഓർഡർ വന്ന് അയാളെ ഡയറക്ടർ ആവാൻ പറ്റില്ല എന്നുള്ളൊരു ഡിസ്ക്വാളിഫിക്കേഷൻ കോർട്ട് ഓർഡർ പുറപ്പെടുവിക്കുക വെച്ചാൽ അയാൾക്ക് ഒരിക്കലും ഡയറക്ടർ ആവാൻ പറ്റിയിട്ട് എലിജിബിൾ അല്ല. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, അയാൾക്ക് ഡാറ്റ ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഡാറ്റ ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞൊരു സംഭവം പറഞ്ഞിരുന്നു. അയാൾക്ക് ആ ഡാറ്റ ഐഡന്റിഫിക്കേഷൻ നമ്പറിലുള്ള ക്വാളിഫിക്കേഷൻ കിട്ടിയിട്ടില്ല, എന്നാലും അയാൾക്ക് ഡയറക്ടർ ആവാൻ പാടില്ല. പിന്നെ അടുത്തത് പറയുന്നത്, ഈ ഡയറക്ടേഴ്സിന് ഒരു കമ്പനിയിൽ ചേരാൻ വേണ്ടി ഇത്ര ലിമിറ്റ് ഉണ്ട്. ഒരു ഡയറക്ടേഴ്സിന് 20 കമ്പനിയിൽ മാത്രമേ ഡയറക്ടർ ആയിട്ട് തുടരാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ഒരു നിയമങ്ങളുണ്ട്. അത് നിങ്ങൾ കമ്പനി ലെവലിൽ പഠിക്കും. ആ പ്രൊവിഷൻസ് ഇയാൾ അപ്പുറം കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് ഡയറക്ടർ ആവാൻ വേണ്ടിയിട്ട് ക്വാളിഫിക്കേഷൻ ഉണ്ടാവില്ല. ഇങ്ങനത്തെ ഓരോ പ്രൊവിഷൻസ് ആണ് ഡയറക്ടർ ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയുന്നത്. ഇതിന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കമ്പനി ലെവലിൽ പഠിക്കും. ഇതൊരു ചെറുതായിട്ട് പറഞ്ഞു കാണാം. പിന്നെ ഇനി നമ്മൾ ക്വസ്റ്റ്യൻസ് കിടക്കാം. ഒന്നും കൂടി ഇത് റിവൈസ് ചെയ്ത് പറഞ്ഞുതരാം. അഡീഷണൽ ഡയറക്ടേഴ്സിന്റെ സെക്ഷൻ 161 ആണ്. അതിൽ ഇമ്പോർട്ടന്റ് പോയിന്റ്, ആർട്ടിക്കിൾസ് ഓഫ് ഓതറൈസേഷൻ ഇയാളുടെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ഇയാളുടെ ഓതറൈസ് ചെയ്യണം. ആ കമ്പനിയിൽ അഡീഷണൽ ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു അതോറൈസേഷൻ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ കൊടുക്കണം. പിന്നെ ബോർഡ് ഓഫ് ഡയറക്ടർ ആണ് ഇയാളെ തെരഞ്ഞെടുക്കുന്നത്. പിന്നെ ഇയാൾ ജനറൽ മീറ്റിംഗിൽ ഡയറക്ടർ ആകാൻ വേണ്ടിയിട്ട് ഡിസ്ക്വാളിഫൈ ചെയ്യാൻ പറ്റൂല. പിന്നെ ഇയാളുടെ ടെന്യൂർ എന്ന് പറഞ്ഞാൽ അപ് ടു ആനുവൽ ജനറൽ മീറ്റിംഗ് ആണ്. പിന്നെ അയാളുടെ ഏതൊക്കെ കമ്പനീസിലാണ് ഡയറക്ടേഴ്സ് ആവാൻ ഇയാൾക്ക് തുടരാൻ പറ്റുക, എല്ലാ കമ്പനീസിലും, വെദർ പബ്ലിക് ഓർ പ്രൈവറ്റ്, എല്ലാ കമ്പനീസിലും ഇയാൾക്ക് ഡയറക്ടർ ആവാൻ വേണ്ടിയിട്ട് തുടരാൻ പറ്റും. അഡീഷണൽ ഡയറക്ടർ ആവാൻ പറ്റിയിട്ട് അപ്ലിക്കബിൾ ആണ്. രണ്ടാമത്തത് ഫയലിംഗ് റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ DIR 12 ROCക്ക് സബ്മിറ്റ് ചെയ്യണം. പിന്നെ അടുത്തത് ബോർഡ് റെസൊല്യൂഷൻ വേണം. പിന്നെ DIR 2 അയാളുടെ കൺസെന്റ് അറിയിക്കണം. പിന്നെ KYC, പിന്നെ ഡിക്ലറേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ അതർ എൻറ്റിറ്റീസ്. ഈ കാര്യങ്ങളെല്ലാമാണ് ഫയലിംഗ് റിക്വയർമെന്റ്സ് ആയിട്ട് പറയുന്നത്. പിന്നെ അടുത്തത് റെസൊല്യൂഷൻ ബൈ സർക്കുലേഷൻ. റെസൊല്യൂഷൻ ബൈ സർക്കുലേഷൻ എന്ന് പറയുന്നത് ബോർഡ് മീറ്റിംഗ് നടത്താതെ, അതായത് ഒരു ഫിസിക്കൽ മീറ്റിംഗ് നടത്താതെ തന്നെ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റം ആണ് റെസൊല്യൂഷൻ ബൈ സർക്കുലേഷൻ. അപ്പോൾ ഇതിൽ പറയുന്നത് ബോർഡ് മീറ്റിംഗ് കൂടണ്ട, ഇതിൽ ഓരോരുത്തർക്കും ഒരു നോട്ടീസ് അയച്ച് അവരുടെ കൺസെന്റ് അറിയിച്ച് ഒരു തീരുമാനം എടുക്കുന്നതിന്റെ പ്രോസസ്സാണ് റെസൊല്യൂഷൻ ബൈ സർക്കുലേഷൻ. അതിൽ പ്രോസസ്സ് എങ്ങനെയാ വെച്ചാൽ എല്ലാ ഡയറക്ടേഴ്സിനും ഇതിന്റെ ഡോക്യുമെന്റ്സ്, ഡ്രാഫ്റ്റ് റെസൊല്യൂഷനും അതേപോലെ നെസസറി ഡോക്യുമെന്റ്സും ഡയറക്ടേഴ്സിന് കൊടുക്കണം. എങ്ങനെ? ഹാൻഡ് ഡെലിവറി. ഒരു ഡയറക്ടർക്ക് നേരിട്ട് ഇതിന്റെ റെസൊല്യൂഷനും അതേപോലെ നെസസറി ഡോക്യുമെന്റ്സും പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം, അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് ആവാം, അല്ലെങ്കിൽ കൊറിയർ ആവാം, അല്ലെങ്കിൽ ഇമെയിൽ ആവാം, അല്ലെങ്കിൽ ഫാക്സ് ആവാം. പിന്നെ ഇത് ഏത് അഡ്രസ്സിലേക്കാണ് അയക്കേണ്ടത്, അയാളുടെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത ഏത് അഡ്രസ്സിലേക്കാണോ അതിലേക്കാണ് അയക്കേണ്ടത്. പിന്നെ ഇത് എങ്ങനെയാണ് അപ്രൂവ് ചെയ്യുന്നത്? മെജോറിറ്റി ഡയറക്ടേഴ്സിന്റെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു റെസൊല്യൂഷൻ പാസ് ആവുള്ളൂ. ഈ റെസൊല്യൂഷൻ എങ്ങനെ മീറ്റിംഗിലേക്ക് പോകുന്നത്? അപ്പൊ ഒരു 1/3 ഓഫ് ഡയറക്ടേഴ്സ് തീരുമാനിക്കുകയാണ്. ഈ ഡിസിഷൻ നമുക്ക് ബോർഡ് മീറ്റിംഗിൽ ചർച്ച ചെയ്തിട്ട് മാത്രമേ ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ
1/3 ഓഫ് ഡയറക്ടേഴ്സ് ഇതിന് മീറ്റിംഗിൽ വേണമെന്ന് നിർബന്ധന വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബോർഡ് മീറ്റിംഗിലേക്ക് പോകും. പിന്നെ ഒരു റെസൊല്യൂഷൻ ഉണ്ടായി എന്ന് വെച്ച് ബോർഡ് മീറ്റിങ്ങിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റൂല. ആ ബോർഡ് മീറ്റിംഗിന്റെ മിനിറ്റ്സിൽ ഈ റെസൊല്യൂഷന് അപ്പൻഡ് ചെയ്യണം, ചേർത്ത് വെക്കണം. പിന്നെ ചില കാര്യങ്ങൾ റെസൊല്യൂഷൻ മുഖാന്തരം പാസ് ചെയ്യാൻ പറ്റില്ല. അതാണ് സെക്ഷൻ 179 സബ്സെക്ഷൻ 3 ആൻഡ് റൂൾ 8 ഓഫ് കമ്പനീസ് മീറ്റിംഗ് ഓഫ് ബോർഡ് ആൻഡ് ഇറ്റ് പവേഴ്സ് റൂൾസ് 2014. അത് ആ കാര്യങ്ങൾ മീറ്റിംഗിൽ മാത്രമേ ആ ഡിസിഷൻ എടുക്കാൻ കഴിയുള്ളൂ. പിന്നെ ഈ റെസൊല്യൂഷൻ കൊടുത്ത് 7 ദിവസത്തിന്റെ ഉള്ളിൽ ഇതിന്റെ അവരെ കൈ പറ്റിയിട്ട് 7 ദിവസത്തിന്റെ ഉള്ളിൽ ഇവരുടെ ഡിസിഷൻ അയക്കേണ്ടതാണ്. അതാണ് ഇമ്പോർട്ടന്റ് പ്രൊവിഷൻ ആയിട്ട് പറയുന്നത്. പിന്നെ നമ്മുടെ ഡയറക്ടർ ഡിസ്ക്വാളിഫിക്കേഷൻ സെക്ഷൻ 164 പറയുന്നത് ആ ഡയറക്ടർ അൺസോൾഡ് മൈൻഡ് ആകാൻ പാടില്ല, ഇൻസോൾവെന്റ് ആകാൻ പാടില്ല, ഏതെങ്കിലും 6 മാസത്തിൽ കൂടുതലുള്ള ഏതെങ്കിലും ഒഫൻസിൽ അയാൾ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ അയാൾ 7 വർഷം ഇംപ്രസ്മെന്റ് ആണെങ്കിൽ അയാൾക്ക് ഒരിക്കലും ഡയറക്ടറായിട്ട് ഒരു കമ്പനിയിലും തുടരാൻ പറ്റൂല. പിന്നെ അയാൾ ആനുവൽ സ്റ്റേറ്റ്മെന്റ്, അതേപോലെ തന്നെ ആനുവൽ സ്റ്റേറ്റ്മെന്റ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒന്നും ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 3 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്തില്ലെങ്കിൽ അയാളും ഡിസ്ക്വാളിഫൈഡ് ആണ്. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടൊക്കെ സെക്ഷൻ 164 ഡയറക്ടർ ഡിസ്ക്വാളിഫിക്കേഷൻ വരും. അത് നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അല്ലെങ്കിൽ സെക്ഷൻ 164 മൊഡ്യൂളിൽ നോക്കി ഒന്ന് റെഫറൻസ് ചെയ്താൽ മതി. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് കിടക്കാം. ടോപ്പിക്ക് മനസ്സിലായില്ലേ? ആർക്കെങ്കിലും മനസ്സിലാകത്തുണ്ടോ? ഏതെങ്കിലും ഭാഗം മനസ്സിലാകാത്ത ആർക്കെങ്കിലും ഉണ്ടോ? സംശയം ഉണ്ടോ? മനസ്സിലാകുന്നുണ്ടെങ്കിൽ പറയാം, വൃത്തിക്ക് പറഞ്ഞുതരാം. ആർക്കെങ്കിലും മനസ്സിലാകത്തുണ്ടോ? ഇനി ക്വസ്റ്റ്യൻസ് ആൻസർക്ക് കിടക്കാണ്. എന്താണ് നിങ്ങൾക്ക് നേരത്തെ പോകും വേണം. പിന്നെ ഒന്നും കൂടി പറഞ്ഞുതരാം. ഒന്നുകൂടി പറഞ്ഞുതരാം. എവിടെ ഏത് ഭാഗത്താ മനസ്സിലാവാത്ത? ക്വസ്റ്റ്യന്റെ കാര്യമില്ലേ, അതിനാ തീർത്തരാം. ടോപ്പിക്ക് മനസ്സിലാവാത്ത ആർക്കുണ്ട്? ടോപ്പിക്ക് മനസ്സിലായോ? ടോപ്പിക്ക് ഏതെങ്കിലും ഭാഗം മനസ്സിലാകത്തുണ്ടോ? ഒന്നും കിട്ടിയിട്ടില്ല? ഓക്കെ, ഒന്നുകൂടി പറഞ്ഞുതരാം. അഡീഷണൽ ഡയറക്ടർ സെക്ഷൻ 161. ഫസ്റ്റത്തെ പോയിന്റ് സെക്ഷൻ 161 ആണ്. സെക്ഷൻ ഏതാന്ന് വെച്ചാൽ സെക്ഷൻ 161 ആണ്. പിന്നെ പവർ ഓഫ് അപ്പോയിന്റ്മെന്റ്, ഒരു അഡീഷണൽ ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യാനുള്ള പവർ എങ്ങനെ വരുന്നത്? ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. ഈ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ പറഞ്ഞാൽ മാത്രമേ ഒരാളെ അഡീഷണൽ ഡയറക്ടറെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആരാണ് അഡീഷണൽ ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യുന്നത്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് അഡീഷണൽ ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. പിന്നെ ഈ അഡീഷണൽ ഡയറക്ടറിന് എത്ര കാലം വരെ ഒരു കമ്പനിയിൽ അഡീഷണൽ ഡയറക്ടറായിട്ട് തുടരാൻ പറ്റും? എന്നാണോ അയാളെ അപ്പോയിന്റ് ചെയ്തത് അത് മുതൽ നെക്സ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് വരെ, അതുവരെയാണ് അയാളുടെ അഡീഷണൽ ഡയറക്ടർഷിപ്പ് ഉണ്ടാവുക. ഇപ്പോ വേറൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. മിസ്റ്റർ സുമിത് വാസ് അപ്പോയിന്റഡ് ആസ് ആൻ അഡീഷണൽ ഡയറക്ടർ ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓൺ 10th January 2022. He held office till AGM on 13th September 2022. അതായത് ജനുവരി 10 വരെ ആനുവൽ ജനറൽ മീറ്റിംഗ് നടക്കുന്നത് സെപ്റ്റംബർ 13. ഇത് മുതൽ ഇതുവരെയാണ് അഡീഷണൽ ഡയറക്ടേഴ്സിന് അഡീഷണൽ ഡയറക്ടറായിട്ട് തുടരാൻ പറ്റുള്ളൂ ആ കമ്പനിയിൽ. ഇത് മനസ്സിലായില്ലേ? അതായത് കുറഞ്ഞ കാലേ ഉള്ളൂ. അതായത് എന്നാണോ ആനുവൽ ജനറൽ മീറ്റിംഗ് വരുന്നത് അതുവരെ അയാൾക്ക് അഡീഷണൽ ഡയറക്ടറായിട്ട് ആ കമ്പനിയിൽ തുടരാം. പിന്നെ ഏതൊക്കെ കമ്പനീസിൽ അഡീഷണൽ ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റും? എല്ലാ കമ്പനീസിലും, ഓൾ കമ്പനീസ് വെദർ പബ്ലിക് ഓർ പ്രൈവറ്റ്, എല്ലാ കമ്പനീസിലും അഡീഷണൽ ഡയറക്ടറിനെ നമുക്ക് അപ്പോയിന്റ് ചെയ്യാം, അപ്ലിക്കബിൾ. പിന്നെ അടുത്തത്, ഒരു അഡീഷണൽ ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ എന്തെല്ലാം ഫയലിങ്സ് ആണ് വേണ്ടത്? അതിൽ ഫസ്റ്റത്തെ ഫയലിംഗ് ആണ് ROCക്ക് നമ്മൾ അയക്കേണ്ട ഫയലിംഗ് ആണ് ഫോം DIR 12. DIR 12 ഈ ഫോം ആണ്, അത് ഈ ഫോം ആണ്. അത് ഫസ്റ്റ് ഫയൽ ചെയ്യണം.
അതിൻ്റെ ഒപ്പം തന്നെ ബോർഡ് റെസൊല്യൂഷൻ. ഈ അഡീഷണൽ ഡയറക്ടറിനെ നമ്മൾ സെലക്ട് അപ്പോയിന്റ് ചെയ്യുന്ന ബോർഡ് ഓഫ് ഡയറക്ടർ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബോർഡ് ഓഫ് റെസൊല്യൂഷൻ ആണ് ഈ അയാൾ അപ്പോയിന്റ് ചെയ്തുള്ളതിന്റെ തെളിവായിട്ട് നമ്മൾ കൊടുക്കേണ്ട ആദ്യത്തെ ഡോക്യുമെന്റ്. പിന്നെ അടുത്തത് ഇയാളുടെ കൺസെന്റ്. ഈ അഡീഷണൽ ഡയറക്ടർഷിപ്പ് ഇയാൾ ഹോൾഡ് ചെയ്യാൻ ഇയാൾ കൺസെന്റ് കൊടുക്കുന്ന ഒരു ഫോമാണ് ഫോം DIR-2. അത് സെക്ഷൻ 152 പറയുന്നത്. പിന്നെ ഇയാളുടെ KYC. പിന്നെ അടുത്തത് അതിനോടൊപ്പം തന്നെ ഇയാൾക്ക് ഏതെങ്കിലും എൻറ്റിറ്റീസിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ, ഇതെല്ലാം ഡിസ്ക്ലോസ് ചെയ്യുന്ന ഒരു ഫൈലിംഗ് റിക്വയർമെന്റ് ആണ് ഇതിൽ പറയുന്നത്. സെക്ഷൻ 161 ക്ലിയർ ആയില്ലേ? ഏതാ ഭാഗം ഏതാത്ത്? സെക്ഷൻ 161 ക്ലിയർ ആയില്ലേ? പിന്നെ റെസൊല്യൂഷൻ ബൈ സർക്കുലേഷൻ. അതായത് നമ്മളിപ്പോ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഇതിൽ നമ്മൾ ഒരു അജണ്ട വരികയാണ്, അതിന് തീരുമാനം എടുക്കണം. ഈ സംഭവം ആവശ്യമില്ല. അതായത് നമ്മളിങ്ങനെ ഇരിക്കുമെങ്കിലും പിന്നെ ഇതിങ്ങനെ ഡിസിഷൻ എടുക്കലും ആവശ്യമില്ലാത്ത ഒരു പരിപാടിയാണ് റെസൊല്യൂഷൻ ബൈ സർക്കുലേഷൻ. അതായത് നമ്മൾ കൂടി ഇരുന്ന് ആലോചിച്ച് ഡിസിഷൻ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനത്തെ ഒരു പ്രൊവിഷൻ പറയുന്ന സാധനമാണ് സെക്ഷൻ 177. അതായത് നിങ്ങൾക്ക് 175, അതായത് നിങ്ങൾക്ക് ഓരോ കോപ്പി അയക്കണം. അതായത് എങ്ങനെ പറയാം, ഇതൊരു റെസൊല്യൂഷൻ ഇങ്ങനെ അയച്ചു കൊടുക്കാണ്. ഈ റെസൊല്യൂഷൻ ഇയാളൊരു ഡയറക്ടറാണെന്ന് വിചാരിച്ചോ, ഞാൻ ഇയാൾക്ക് കൊടുക്കാണ്, ഇതിൽ ഇയാൾ വായിച്ച് തീരുമാനം എടുക്കാണ്. അങ്ങനെ ഒരു പ്രൊസീജിയറാണ് റെസൊല്യൂഷൻ ബൈ സർക്കുലേഷൻ എന്ന് പറയുന്നത്. ബേസിക് ആയിട്ട് കിട്ടിയില്ലേ? അതായത് നമ്മൾ മീറ്റിംഗ് കൂടാതെ ഒരു സർക്കുലേഷൻ ഒരാൾക്ക് അയച്ചു കൊടുത്തിട്ട് അത് വായിച്ച് അയാളുടെ അസെന്റോ ഡിസെന്റോ അറിയിക്കുന്ന ഒരു പ്രോസസ്സാണ് റെസൊല്യൂഷൻ ബൈ സർക്കുലേഷൻ. മനസ്സിലായില്ലേ? ഒന്നും കൂടി പറയാം. അതായത് ഒരു കമ്പനിയുടെ ഡയറക്ടേഴ്സാ വിചാരിച്ചോ, ഇതൊരു പ്ലേസ് ആണ്, അതായത് ഒരു മീറ്റിംഗ് കൂടുന്ന സ്ഥലമാണ് വിചാരിച്ചോ. അതിൽ ഇപ്പൊ ചെയർമാൻ വന്നിട്ട് ഇവരൊക്കെ പാടെ കൂടിയിട്ട് ഒരു ഡിസിഷൻ എടുക്കാണ്. ഇതിന്റെ ആവശ്യം വരുന്നില്ല സെക്ഷൻ 175. സെക്ഷൻ 175 എന്ന് പറയുന്നത് ഒരു റെസൊല്യൂഷൻ അയക്കും. ഇയാളിപ്പോ ചിലപ്പോ കേരളത്തിലായിരിക്കും, ഇയാള് തമിഴ്നാട്ടിലായിരിക്കും, ഇയാള് ഒറീസയിലായിരിക്കും. അപ്പൊ ഈ ഓരോരുത്തർക്കും ഇങ്ങനെ റെസൊല്യൂഷൻ അയക്കുന്ന പരിപാടിയാണ് റെസൊല്യൂഷൻ ബൈ സർക്കുലേഷൻ. അതായത് ഒരു സ്ഥലത്ത് ഇരുന്ന് നമുക്ക് ഒരു ബോർഡ് മീറ്റിംഗ് കൂടേണ്ട ആവശ്യമില്ല, മറിച്ച് ഓരോ സ്ഥലത്തുള്ള ഡയറക്ടേഴ്സിന് തമിഴ്നാട്ടിലാണെങ്കിലോ കേരളത്തിലാണെങ്കിലോ ഒറീസയിലാണെങ്കിലോ ഇന്ത്യയിലെ ഏത് സ്ഥലത്താവട്ടെ അവർക്കൊക്കെ ഈ റെസൊല്യൂഷൻ അയച്ചു കൊടുത്തിട്ട് അവരുടെ സമ്മതം വാങ്ങുന്ന ഒരു പ്രോസസ്സാണ് റെസൊല്യൂഷൻ ബൈ സർക്കുലേഷൻ. അതാണ് സെക്ഷൻ 175. ക്ലിയർ ആയില്ലേ? അതെവിടെ? രജിസ്റ്റേർഡ് അഡ്രസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള രജിസ്റ്റേർഡ് അഡ്രസ്സിലേക്ക് മാത്രമേ ഇത് അയക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ റെസൊല്യൂഷൻ എങ്ങനെ പാസ് ചെയ്യണം? മെജോറിറ്റി വോട്ട് കിട്ടിയാലാണ് ഈ റെസൊല്യൂഷൻ പാസ് ആവണം. ഇനി വേറെ ഇതിലൊരു കോംപ്ലിക്കേഷൻ വരുന്നത്, ഇപ്പോ 1/3 ഓഫ് ഡയറക്ടേഴ്സിന് ഈ റെസൊല്യൂഷൻ കിട്ടി. ഇവിടെ ശ്രദ്ധിക്കും 1/3 ഓഫ് ഡയറക്ടേഴ്സിന് ഈ റെസൊല്യൂഷൻ കിട്ടി. അപ്പൊ ഇവര് ആലോചിക്കാണ്, ഇങ്ങനത്തെ ഒരു ഡിസിഷന് നമുക്ക് റെസൊല്യൂഷൻ മുഖാന്തരം ഡിസൈഡ് ചെയ്യാൻ പാടില്ല, ബോർഡ് മീറ്റിംഗ് കൂടി എല്ലാവരും തീരുമാനിച്ചിട്ട് ഒരു ഡിസിഷൻ എടുത്താൽ മതി എന്നുള്ളൊരു അജണ്ടയ്ക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോ ഈ റെസൊല്യൂഷന് റദ്ദാവും. എന്നിട്ട് അവിടെ ബോർഡ് മീറ്റിംഗ് നടത്തണം. ചെയർമാന് ബോർഡ് മീറ്റിംഗ് അജണ്ടയിൽ ഉൾപ്പെടുത്തണം. വരുന്ന ബോർഡ് മീറ്റിംഗിൽ ഈ അജണ്ടയിൽ ഉൾപ്പെടുത്തണം. അതാണ് അടുത്ത പ്രൊവിഷൻ പറയുന്നത്. 1/3 ഓഫ് ഡയറക്ടേഴ്സ് ഈ റെസൊല്യൂഷന്റെ ഡിസിഷന് ബോർഡ് മീറ്റിംഗ് നടത്തി ഡിസിഷൻ എടുത്താൽ മതി എന്നുള്ളൊരു മാനദണ്ഡം വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വരുന്ന ബോർഡ് മീറ്റിംഗിന്റെ അജണ്ടയിൽ അത് ഉൾപ്പെടുത്തണം. പിന്നെ അടുത്ത പ്രൊവിഷൻ പറയുകയാണെങ്കിൽ റിക്വയർമെന്റ് അണ്ടർ SS1, അതായത്
ഒരു ബോർഡ് മീറ്റിംഗിന്റെ ഒരു സ്റ്റാൻഡേർഡ് ആണ് സെക്രട്ടറി സ്റ്റാൻഡേർഡ് 1, ജനറൽ മീറ്റിംഗിന്റെ സ്റ്റാൻഡേർഡ് ആണ് സെക്രട്ടറി സ്റ്റാൻഡേർഡ് 2, അതേപോലെ ബോർഡ് മീറ്റിംഗിന്റെ സ്റ്റാൻഡേർഡ് ആണ് സെക്രട്ടറി സ്റ്റാൻഡേർഡ് 1. ഇതിൽ റെസൊല്യൂഷൻ അയക്കുമ്പോൾ ഈ റെസൊല്യൂഷനിൽ ആ പ്രൊപ്പോസൽ ഡീറ്റെയിൽസ് ആൻഡ് റിലവന്റ് ഫാക്ട്സ്, സ്കോപ്പ്, മീനിങ്, ഇംപ്ലിക്കേഷൻ, ഡയറക്ടേഴ്സ് ഇൻട്രസ്റ്റ് ഓർ കൺസേൺ ഇൻ ദി റെസൊല്യൂഷൻ, ഇതെല്ലാം ആ റെസൊല്യൂഷനിൽ നമ്മൾ ഉൾക്കൊള്ളണം. പിന്നെ ഈ റെസൊല്യൂഷൻ അയച്ച് 7 ദിവസത്തിന്റെ ഉള്ളിലും ഇതിന്റെ ഡിസിഷൻ കൊടുക്കണം. ഇത്രേ ഉള്ളൂ. പിന്നെ ഡാറ്റ ഡിസ്ക്വാളിഫിക്കേഷൻ ആണ്, അത് സെക്ഷൻ 164 നേരത്തെ പറഞ്ഞ പോലെ തന്നെ. മറ്റേ അൺസോൺമൈൻഡ്, ഇൻസോൾവെന്റ്, ഒഫൻസ് ചെയ്തിട്ടാണെങ്കിൽ 6 മാസത്തിൽ കൂടുതൽ ഏതെങ്കിലും തരത്തിൽ ഒഫൻസ് ചെയ്തിട്ടാണെങ്കിൽ, പിന്നെ ആനുവൽ റിട്ടേണും ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും അതൊക്കെ ഒരു 3 മാസം കോൺസിക്യൂട്ടീവ് ആയിട്ട് ഫയൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർക്കൊക്കെ ഡാറ്റ ആവാൻ വേണ്ടിയിട്ട് ഡിസ്ക്വാളിഫൈഡ് ആണ്. അയാളെ ഡാറ്റ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ ഡിസ്ക്വാളിഫൈഡ് ആണ്. അതാണ് സെക്ഷൻ 164 പറയുന്നത്. അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കും, നിങ്ങളുടെ കമ്പനി ലെവലിൽ പഠിക്കും, ക്ലാസ് എടുക്കുമ്പോൾ പഠിക്കും. ഇനി നമ്മൾ ക്വസ്റ്റ്യൻസിന് വരാം. ടോപ്പിക്ക് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ടോപ്പിക് ക്ലിയർ ആയില്ലേ? ആർക്കെങ്കിലും മനസ്സിലാത്തുണ്ടോ? എല്ലാം ക്ലിയർ ആയില്ലേ? ഓക്കെ ഓക്കെ. ഞാൻ ചോദ്യം ചോദിക്കാണ്, ആർക്കൊക്കെ മനസ്സിലായിക്കണോ ചോദിച്ചു. അതിന്റെ പേരെന്താ? മുർഷിദ. എന്താണ് റെസൊല്യൂഷൻ ബൈ സർക്കുലേഷൻ? എനിക്ക് അറിയുന്നത് മലയാളത്തിൽ പറഞ്ഞാലും മതി. അതൊക്കെ പറ, കേൾക്കണില്ല. അൽഫിയ പറയും, എന്താണ് റെസൊല്യൂഷൻ ബൈ സർക്കുലേഷൻ? ഓക്കെ. അജയ്, അഡീഷണൽ ഡയറക്ടറിന്റെ സെക്ഷൻ പറയും. ഓക്കെ. സോന, അഡീഷണൽ ഡയറക്ടറിന്റെ ടെന്യൂർ പറയും. എത്ര കാലം ഒരാൾക്ക് അഡീഷണൽ ഡയറക്ടർ ആയിട്ട് നിൽക്കാൻ പറ്റും? ഓക്കെ. ആരാണ് അഡീഷണൽ ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യുന്നത്? ദേവിനന്ദന. ഓക്കെ. ക്വസ്റ്റ്യൻസിന് എടുക്കാം. SNS Limited is expanding its business in UAE and look after the business affairs abroad proposes to appoint Vikram as an additional director. അതായത് SNS Limited എന്നുള്ള ഒരു കമ്പനി, പബ്ലിക് കമ്പനി, അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാണ്, UAE എക്സ്പാൻഡ് ചെയ്യാണ്. ആ UAE ബിസിനസിനെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു വിക്രം എന്ന ഒരു വ്യക്തിയെ അഡീഷണൽ ഡയറക്ടർ ആയിട്ട് ബോർഡ് ഓഫ് പ്രപ്പോസ് ചെയ്യാണ്. ഇയാൾക്ക് MTech ഗ്രാജുവേഷൻ ഉണ്ട്, പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട്. പിന്നെ അയാൾ MBA IIM ബാംഗ്ലൂരിലെ MBA ക്വാളിഫിക്കേഷൻ ഉണ്ട്. പിന്നെ അയാൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ഈ ബോർഡ് മീറ്റിംഗ്, സിൻസ് ദി നെക്സ്റ്റ് ബോർഡ് മീറ്റിംഗ് ഈസ് നോട്ട് ലൈക്ലി ടു ബി ഹെൽഡ് ഏർലി, ഇറ്റ് ഈസ് പ്രപ്പോസ് ടു അപ്പോയിന്റ് ഹിം ആസ് ആൻ അഡീഷണൽ ഡയറക്ടർ. ബോർഡ് മീറ്റിംഗ് അടുത്തൊന്നും നടക്കണില്ല, അപ്പൊ ഇയാൾ അഡീഷണൽ ഡയറക്ടർ ആക്കി അപ്പോയിന്റ് ചെയ്യും വേണം. അങ്ങനെ ഇരിക്കെ ബൈ ഒബ്റ്റൈനിങ് ബോർഡ് അപ്രൂവൽ ത്രൂ റെസൊല്യൂഷൻ ബൈ സർക്കുലേഷൻ. ഉണ്ടോ ക്വസ്റ്റ്യന്? റെസൊല്യൂഷൻ ബൈ സർക്കുലേഷൻ. റെസൊല്യൂഷൻ ബൈ സർക്കുലേഷന്റെ സെക്ഷൻ പറയും. അതിലല്ലേ റെസൊല്യൂഷൻ ബൈ സർക്കുലേഷന്റെ സെക്ഷൻ പറയും. ഓക്കെ. സെക്ഷൻ 175. You are being a company secretary, നിങ്ങളുടെ കമ്പനി സെക്രട്ടറി ആണ്. റിക്വസ്റ്റ് ടു ഡ്രാഫ്റ്റ് എ റെസൊല്യൂഷൻ ബൈ സർക്കുലേഷൻ അലോങ് വിത്ത് ബ്രീഫ് നോട്ട് thereon. ഇതിൽ എന്താണ് ബ്രീഫ് നോട്ട്? റെസൊല്യൂഷൻ മാത്രം പോരാ, ഒരു ബ്രീഫ് നോട്ട് വേണം. എന്തിനാണ് ഇയാളെ ബോർഡ് മീറ്റിംഗ് കൂടാതെ തന്നെ ഇയാളെ അപ്പോയിന്റ് ചെയ്യുന്നത്, അതിന്റെ ഡീറ്റെയിൽസിന് അതിനെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രീഫ് നോട്ടും കൂടി വേണം. കൺസിഡറേഷൻ ആൻഡ് അപ്രൂവ്ഡ് ഓഫ് ദി ഡയറക്ടേഴ്സ് ഇൻ കംപ്ലയൻസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് കമ്പനീസ് ആക്ട് 2013. ഇതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? അതായത്
ഒരാൾ UAE-യിലത്തെ ഒരു ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാണ് SNS ലിമിറ്റഡ്. അപ്പോൾ ഒരു അഡീഷണൽ ഡയറക്ടറിനെ നമുക്ക് അപ്പോയിന്റ് ചെയ്യണം. അപ്പോൾ അഡീഷണൽ ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബോർഡ് മീറ്റിംഗ് ഇപ്പോൾ അടുത്തൊന്നും നടക്കണില്ല. അപ്പോൾ ഡയറക്ടേഴ്സിന്റെ അഡീഷണൽ ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് അപ്രൂവ് വാങ്ങണം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റെസൊല്യൂഷൻ ബൈ സർക്കുലേഷനിൽ നമ്മൾ ഇവിടെ സമ്മതം വാങ്ങണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു റെസൊല്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ ബ്രീഫ് നോട്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ അറ്റാച്ച് ചെയ്യണം. അതാണ് ക്വസ്റ്റ്യൻ. ഇതാണ് ഇതിന്റെ ഫോർമാറ്റ്. ഇതാണ്, അതായത് നമ്മൾ ഓരോ ഡയറക്ടേഴ്സിനും നമ്മൾ റെസൊല്യൂഷൻ അയക്കാണ്. അപ്പൊ ഫസ്റ്റ് ഇതിന്റെ ഹെഡിങ് എങ്ങനെ, ഫസ്റ്റ് റെസൊല്യൂഷൻ നമ്പർ, ഈ റെസൊല്യൂഷൻ നമ്പർ കൊടുക്കണം. അടുത്തത് നമ്മൾ എല്ലാ ഡയറക്ടേഴ്സിനും, ആ കമ്പനിയിലെ എല്ലാ ഡയറക്ടേഴ്സിനും നമ്മൾ ഈ റെസൊല്യൂഷൻ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോ ആ ഡയറക്ടേഴ്സിന്റെ നെയിം സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മിസ്റ്റർ ഡാഷ് ഡയറക്ടർ അത് കൊടുക്കണം. പിന്നെ അയാളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടിയിട്ട് ഡിയർ സാർ. പിന്നെ ഹെഡിങ് റെസൊല്യൂഷൻ ബൈ സർക്കുലേഷൻ. പിന്നെ അടുത്തത് വരുന്നത് ദി ഫോളോയിങ് റെസൊല്യൂഷൻ ഈസ് ഇന്റൻഡ് ടു ബി പാസ്ഡ് ബൈ സർക്കുലേഷൻ ആസ് പെർ പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 175. അതായത് റെസൊല്യൂഷൻ ബൈ സർക്കുലേഷനിലാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. അപ്പോ അവിടുത്തെ സെക്ഷൻ നമ്മൾ സ്പെസിഫൈ ചെയ്യണം. സെക്ഷൻ 175 ഓഫ് കമ്പനീസ് ആക്ട്. അതോടൊപ്പം തന്നെ അതായത് സംഭവത് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താ ആകെ പറയുന്നത് റെസൊല്യൂഷൻ ബൈ സർക്കുലേഷൻ ആണ്. അതോടൊപ്പം തന്നെ ബ്രീഫ് നോട്ട്. നിങ്ങൾക്ക് അത് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ എടുത്ത് ചെയ്താം. കണ്ടോ, റെസൊല്യൂഷൻ ബൈ സർക്കുലേഷൻ, ബ്രീഫ് നോട്ട്. ഫസ്റ്റത്തെ ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്താം, ഈ കാര്യം കൊടുക്കാം. കണ്ടോ, ഇതിന് റെസൊല്യൂഷൻ ബൈ സർക്കുലേഷൻ അതിന്റെ പ്രൊവിഷൻ ആയിട്ട് സെക്ഷൻ 175 കൊടുത്തതാണ്. പിന്നെ ബ്രീഫ് നോട്ട്. ഈ ബ്രീഫ് നോട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് എന്താണ്, എ നോട്ട് എക്സ്പ്ലെയിനിങ് ദി അർജൻസി ആൻഡ് നെസസിറ്റി ഫോർ പാസിംഗ് ദി സെറ്റ് റെസൊല്യൂഷൻ ബൈ സർക്കുലേഷൻ ഈസ് എൻക്ലോസ്ഡ്. അതായത് ഈ എന്തിനാണ് ഈ ഡയറക്ടേഴ്സിനെ ബോർഡ് മീറ്റിംഗ് ഇല്ലാതെ ഇങ്ങനെ അപ്പോയിന്റ് ചെയ്യുന്നത്, അതിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നോട്ട് ഇതിൽ അഡീഷണൽ എൻക്ലോസ് ചെയ്യുന്നത് ഇതിനൊപ്പം തന്നെ കൊടുക്കുന്നുണ്ട്. അതായത് അർജൻസി ആൻഡ് നെസസിറ്റി ഫോർ പാസിംഗ് ദ സെറ്റ് റെസൊല്യൂഷൻ ബൈ സർക്കുലേഷൻ ഈസ് എൻക്ലോസ്ഡ്. അതായത് ഈ റെസൊല്യൂഷനൊപ്പം തന്നെ ആ ബ്രീഫ് നോട്ട് ഇയാളെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബ്രീഫ് നോട്ട്, അതിന്റെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെന്റ് ഇതിൽ കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ് ഇത് പറയുന്നത്. അതാണ് ഇൻട്രൊഡക്ഷൻ. പിന്നെ അടുത്തത് നമ്മുടെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറയുന്ന പോലെ ഏതൊരു റെസൊല്യൂഷൻ വന്നാലും റിസോൾവ് ദാറ്റ് pursuant to സെക്ഷൻ 161. സെക്ഷൻ 161 എന്താണ്, അഡീഷണൽ ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സെക്ഷൻ 161 ഓഫ് ദി കമ്പനീസ് ആക്ട് ആൻഡ് അതർ അപ്ലിക്കബിൾ പ്രൊവിഷൻസ് ഇൻക്ലൂഡിംഗ് എനി മോഡിഫിക്കേഷൻ റിയാക്ട്മെന്റ് thereof ആൻഡ് പ്രൊവിഷൻ ഓഫ് ആർട്ടിക്കിൾ അസോസിയേഷൻ. ഇതൊന്നുമില്ല. അതായത് ഈ സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാണാതെ പഠിച്ചിട്ട് എഴുതാം. എന്താ, അല്ലെങ്കിൽ സെക്ഷൻ 161 ഓഫ് ദി കമ്പനീസ് ആക്ട് ഒന്നും കൂടി കൊടുത്താലും മതി. ഇത് പറഞ്ഞാൽ കുറച്ച് അഡീഷണൽ ആയിട്ട് ഒന്ന് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കണം. ഇതൊന്നും കാണാതെ പഠിച്ചാലും മതി. അതായത് ഏതെങ്കിലും തരത്തിലുള്ള അതർ പ്രൊവിഷൻസോ അല്ലെങ്കിൽ എനി മോഡിഫിക്കേഷനോ റീ അനാക്ട്മെന്റോ എന്തെങ്കിലും അതിലുണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ പ്രൊവിഷൻസ് ഓഫ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ഓഫ് കമ്പനി, ഈ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ഒരു അഡീഷണൽ ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് എന്താണ്, ആ കമ്പനീന്റെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷന് ഒരാൾ അഡീഷണൽ ഡയറക്ടർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓതറൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ, അതിനുള്ള പവർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് കൊടുക്കുന്നുണ്ടോ. അതാണ് ഫസ്റ്റത്തെ പോയിന്റ് നമ്മൾ പഠിച്ചത്. അപ്പോ ഈ സംഭവം പിന്നെ ഇതിലെന്താ പറയുന്നത്, ഫസ്റ്റത്തെ കമ്പനീസ് ആക്ട് അതായത് സെക്ഷൻ 161 ആണ് പറയുന്നത്. ഇത് നമ്മൾ ആ പ്രൊവിഷനിൽ പഠിച്ചതല്ലേ. ആകെ എക്സ്ട്രാ വരുന്നത് ഈ സമാനമുള്ളൂ. അതർ അപ്ലിക്കബിൾ പ്രൊവിഷൻസ് ഇൻക്ലൂഡിംഗ് എനി മോഡിഫിക്കേഷൻ ഓർ റീ അനാക്ട്മെന്റ് thereof. ഇത് നിങ്ങളൊന്ന് കാണാതെ പഠിച്ചാൽ മതി. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞാൽ ഒരു പ്രൊവിഷൻസിന്റെ ഒപ്പം ഈ സാധനം കൂടി കൂടുതൽ ചേർക്കാം, അഡീഷണൽ ആയിട്ട് കൊടുക്കാം, ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതിന്റെ അടുത്തത് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ ആൻസർ ഏതാണ്, മിസ്റ്റർ വിക്രം നെയിം ഓഫ് ദി ഡയറക്ടർ ഹോൾഡിംഗ് DIN. ഡയറക്ടേഴ്സിന്റെ ഏത്
ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ DIA നിങ്ങൾ മസ്റ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യണം. കാരണം ഡയറക്ടേഴ്സിന്റെ ഐഡന്റിഫിക്കേഷൻ ആണ് DIA, ഡയറക്ടേഴ്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ. ഡയറക്ടേഴ്സിന്റെ ഏത് ക്വസ്റ്റ്യൻ വന്നോ നിങ്ങൾ അവിടെ ഡ്രാഫ്റ്റിന്റെ ക്വസ്റ്റ്യൻ വന്നോ അവിടെ DIA നിങ്ങൾ സ്പെസിഫൈ ചെയ്യണം. And we hereby appoint as an additional director of the board of the company effective from എന്നാണ് ഇയാളെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഇത്രോ, അതായത് സെക്കൻഡിത്തെ ഫസ്റ്റത്തെ ഇത് കഴിഞ്ഞു. ഫസ്റ്റത്തിൽ ആകെ പറയുന്നത് റെസൊല്യൂഷൻ ബൈ സർക്കുലേഷനും പിന്നെ ബ്രീഫ് നോട്ടും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തത് അഡീഷണൽ ഡയറക്ടേഴ്സിന്റെ സെക്ഷൻ ആയിട്ടുള്ള 161 കൊടുക്കുന്നുണ്ട്. പിന്നെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ, ആ പ്രൊഫഷൻ നമ്മൾ പഠിച്ച പ്രൊഫഷൻസ് ഇതിലെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷന് ഇതിന്റെ കമ്പനിയിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തത് ഡയറക്ടേഴ്സിന്റെ ഡീറ്റെയിൽ ആയുള്ള DIനും കൊടുക്കുന്നുണ്ട്. എന്ന് മുതൽക്കാണോ അയാൾ ഡയറക്ടർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത് അതും കൊടുക്കുന്നുണ്ട്. ഈ 3 കാര്യങ്ങളുള്ളൂ. ഫസ്റ്റ് 161, രണ്ടാമത്തത് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ, മൂന്നാമത്തത് ഡയറക്ടേഴ്സിന്റെ ഡീറ്റെയിൽസ്, പിന്നെ എന്ന് മുതൽക്കാണോ ഇയാള് ഡയറക്ടർ ആയിട്ട് തുടരുന്നത് ആ ഡേറ്റ്. ഈ 4 കാര്യങ്ങളോളൂ ഈ പാരഗ്രാഫിൽ കൊടുത്തുക്കണം. പിന്നെ അടുത്തത് പറയുന്നത് റിസോൾവ് ദാറ്റ് ഫർദർ മിസ്റ്റർ വിക്രം ഷാൽ ഹോൾഡ് ഓഫീസ് അപ് ടു ദി ഡേറ്റ് നെക്സ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് ഓഫ് ദി കമ്പനി ഓർ ലാസ്റ്റ് ഡേറ്റ് വിച്ച് ദി AGM ഷുഡ് ഹാവ് ബീൻ ഹെൽഡ് വിച്ച് എവർ ഈസ് ഏർലിയർ. ഇത് നമ്മൾ പഠിച്ച പ്രൊവിഷനാണ്. ടെന്യൂർ എപ്പളാ? ആനുവൽ ജനറൽ മീറ്റിംഗ്, അതായത് അഡീഷണൽ ഡയറക്ടറിന്റെ ടെന്യൂർ എപ്പളാ? അജ്മൽ പറയും. അതായത് അഡീഷണൽ ഡയറക്ടറിന്റെ ടെന്യൂർ എപ്പളാ? ആനുവൽ ജനറൽ മീറ്റിംഗ്. അത്ര ഉള്ളൂ ഇതിൽ പറയുന്നത്. എന്നാണോ ആനുവൽ ജനറൽ മീറ്റിംഗ് നടക്കുന്നത്, അല്ലെങ്കിൽ ഏത് ദിവസമാണോ ആനുവൽ ജനറൽ മീറ്റിംഗ് നടക്കേണ്ടത്, വിച്ച് എവർ ഈസ് ഏർലിയർ, അതിന്റെ ഏത് ദിവസമാണ് മുമ്പത്തെ ദിവസം അതായിരിക്കണം അയാളുടെ മാക്സിമം ടെന്യൂർ. അതാണ് 3rd പാരഗ്രാഫ് പറയുന്നത്. പിന്നെ അടുത്തത് റിസോൾവ് ദാറ്റ് ദി നെയിം ഓഫ് ഓതറൈസ്ഡ് ഡയറക്ടർ ഡീൻ ആൻഡ് ബി ഹിയർ ബി ഓതറൈസ്ഡ് ടു ഡു ഓൾ ദി ആക്ട് ഡീഡ്സ് മാറ്റേഴ്സ് തിങ്സ് ആസ് മേ ബി ഡീംഡ് നെസസറി കണക്റ്റഡ് ദെയർ വിത്ത്. ഇത് പറയുന്നത് സിമ്പിൾ ആണ്. കാരണം ഈ കാര്യങ്ങളൊക്കെ മേൽനോട്ടം വഹിക്കാനും ഈ കാര്യങ്ങൾ അപ്പോയിന്റ്മെന്റും കാര്യങ്ങളൊക്കെ നടത്താനും ഒരു ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്തിരിക്കണം. അതായത് ഇയാൾ അഡീഷണൽ ഡയറക്ടർ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഇതിന്റെ ഡീഡ് പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഇതിന്റെ മാറ്റേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്തിരിക്കണം. അപ്പോൾ ആ കാര്യമാണ് പറയുന്നത്. ഇത് ഒരു നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ഒരു സംഭവമാണ്. അതായത് ആരെ അപ്പോയിന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇപ്പൊ അഡീഷണൽ ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈ സാധനം നോക്കി നടത്തണം. ഇപ്പോൾ നമ്മൾ ഒരു ഇന്റർവ്യൂ നടത്താണ്. ഇന്റർവ്യൂ നടത്തുമ്പോൾ ഒരാളെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇന്റർവ്യൂ ആണ്. അപ്പോൾ ഇയാളെ ഇന്റർവ്യൂ ചെയ്യണം, ഇയാളുടെ പിന്നെ ഇയാൾക്ക് വേണ്ട ഫയലുകളൊക്കെ ഇയാൾ ശരിയാക്കണം, എന്നിട്ടല്ലേ ഒരാളെ കയറ്റുള്ളൂ. അപ്പൊ ഇയാളെ ഒരാളെ കമ്പനിയിൽ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇടനിലക്കാരനായിട്ട് ഒരു ഇന്റർവ്യൂർ വേണ്ടേ, ഒരാളെ കമ്പനിക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഇതിൽ പറയുന്നത്. അതായത് ഈ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ വേണ്ടിയിട്ട് ഒരു ഡയറക്ടറിനെ ഓതറൈസ് ചെയ്തിരിക്കുന്നു. അതിൽ അഡീഷണൽ ഡയറക്ടറിനെ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള അതിന്റെ ആക്ട്സിനെയും അതിന്റെ ഡീഡ്സിനെയും മാറ്ററിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ നോക്കിയൊക്കെ റിസോൾവ് ഫർദർ ദാറ്റ്, ഇവിടെ റിസോൾവ് ദാറ്റ്. ഈ റിസോൾവ് ദാറ്റ് കഴിഞ്ഞാൽ റിസോൾവ് ഫർദർ ദാറ്റ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. റിസോൾവ് ദാറ്റ് നിങ്ങൾ കൊടുക്കാൻ വേണ്ട. കാരണം ഇത് നമ്മുടെ സബ് പോയിന്റ്സ് ആണ്. നമ്മൾ ഹെഡിങ് സബ് ഹെഡിങ് എന്നൊക്കെ പറയില്ല, അതേപോലെ റിസോൾവ് ദാറ്റ്, അത് കഴിഞ്ഞിട്ട് റിസോൾവ് ഫർദർ ദാറ്റ്. ഇത് ഒരു ഡ്രാഫ്റ്റിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട സംഭവമാണ്. അപ്പോൾ ഒരു ഡ്രാഫ്റ്റിൽ ഏത് ഡയറക്ടേഴ്സിനെ നമ്മൾ മെൻഷൻ ചെയ്യാന്ന് വെച്ചാലും അതിനോടൊപ്പം തന്നെ DIN എന്ന് പറഞ്ഞ സാധനം നമ്മൾ സ്പെസിഫൈ ചെയ്യണം ഡ്രാഫ്റ്റിൽ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇവിടെയാണ് നിങ്ങൾ നോക്കേണ്ടത്. None of the directors are deemed to be concerned, interested in the resolution, assent, dissent, recur, meeting, strike off whichever is not applicable, place, date, signature, name of director. ഇതാണ് ലാസ്റ്റത്തെ സംഭവം. ഒരു അഡീഷണൽ ഡയറക്ടറിനെ ചിലപ്പോൾ അപ്പോയിന്റ് ചെയ്യുമ്പോൾ ചിലർക്ക് ആ അഡീഷണൽ ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവും, ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ പറയാറ്, ഞാനൊരു കമ്പനിയിലൊരു ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാണ്. ഇപ്പൊ ഒന്നല്ലെങ്കിൽ എന്റെ അനിയന് അല്ലെങ്കിൽ എന്റെ കാരണോലോ അല്ലെങ്കിൽ എന്റെ കുടുംബത്തിൽപ്പെട്ട കസിനോ ആരെങ്കിലും ഒരു ഡയറക്ടറായിട്ട് എന്റെ കമ്പനി ചേർക്കുമ്പോൾ ഞാനും അയാൾ തമ്മിൽ ഒരു ഇൻട്രസ്റ്റഡ് പാർട്ടിയാണ്. അപ്പൊ ഇതിൽ പറയുന്നത് ഇൻട്രസ്റ്റ് അല്ലാത്ത ഡയറക്ടേഴ്സ് ഇയാളുടെ അസെന്റ് ഡിസെന്റ് റിക്വയർ മീറ്റിംഗ്
റിക്കർ മീറ്റിംഗ് എന്ന് ഞാൻ പറഞ്ഞില്ലേ 1/3 ഓഫ് ഡാറ്റേഴ്സ് ഇത് ബോർഡ് മീറ്റിംഗിൽ മാത്രമേ ഇതിന്റെ ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞില്ലേ ഞാൻ. 1/3 ഓഫ് ഡാറ്റേഴ്സ് ഇതിന്റെ ഡിസിഷൻ ബോർഡ് മീറ്റിംഗ് നടത്തിയിട്ട് ഇതിന്റെ ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന സംഭവമല്ല. അങ്ങനത്തെ ആൾക്കാർ ഇവിടെ റിക്വയർ മീറ്റിംഗ് എന്നുള്ള പ്രൊവിഷൻ കൊടുക്കും. അപ്പൊ ഇവരെന്താ ചെയ്യുക, ഇതിൽ ഈ ഡാറ്റേഴ്സിന്റെ അപ്പോയിന്റ്മെന്റിൽ ഇൻട്രസ്റ്റഡ് ഇല്ലാത്ത ആൾക്കാർ ഇപ്പൊ ഇയാളെ അപ്പോയിന്റ്മെന്റ് ആയിട്ട് ഇയാളെ ഡയറക്ടറായിട്ട് തെരഞ്ഞെടുത്തോന്ന് പറയും. ഇയാൾക്ക് സമ്മതമാണ് ഈ അഡീഷണൽ ഡാറ്റനെ കമ്പനിയിൽ തുടരാൻ വേണ്ടിയിട്ട് ഇയാൾക്ക് സമ്മതമാണെങ്കിൽ എന്ത് ചെയ്യും, ഇയാളുടെ അസന്റ് അറിയിക്കുന്നത് ഇങ്ങനെയാണ്. ഈ സാധനം വിട്ടിടും, ഈ സാധനം വിട്ടിടും. ഇങ്ങനെയാണ് അയാളുടെ അസന്റ് അറിയിക്കുക. അടിയിൽ കൊടുക്കുന്നത് സ്ട്രൈക്ക് ഓഫ് വിച്ച് എവർ ഈസ് നോട്ട് അപ്ലിക്കബിൾ. ഈ രീതിയിലാണ് അയാളുടെ അസന്റ് അറിയിക്കുക. ഇനിയിപ്പോ ഇയാളെ അഡീഷണൽ ഡാറ്റ ആയിട്ട് സമ്മതം ഇല്ല എന്നുണ്ടെങ്കിൽ ഇയാൾ ഇങ്ങനെ അയാളുടെ ഡിസിഷൻ അറിയിക്കുന്നത് ഇങ്ങനെയാണ്. ഡിസെന്റ് ഇയാൾക്ക് താല്പര്യമില്ല, ഇയാൾ അഡീഷണൽ ആയിട്ട് ഡയറക്ടർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യമില്ല. അങ്ങനെയാണ് ഇവരുടെ തീരുമാനം അറിയിക്കണം. പിന്നെ സാധാരണ നിങ്ങൾ ഫസ്റ്റ് CSCT-ലൊക്കെ പഠിക്കുമ്പോൾ ലെറ്ററിന്റെ ഫോർമാറ്റും ഇമെയിലിന്റെ ഫോർമാറ്റും ഒക്കെ പഠിക്കൂലേ, അതിൽ സാധാരണ അതേപോലെ പ്ലേസ്, ഡേറ്റ്, സിഗ്നേച്ചർ, നെയിം ഓഫ് ദി ഡാറ്റർ, ബിന്ന്, എന്ത് ഈ സംഭവമല്ല, അത് നിങ്ങൾ സാധാരണ പഠിക്കുന്ന സാധനമാണ്. ഇത്രയോളൂ. അപ്പൊ ഇതിന്റെ റെസൊല്യൂഷൻ നമ്മൾ ആകെ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഫസ്റ്റത്തെ സാധനത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് എടുത്ത് എഴുതാം. റെസൊല്യൂഷൻ ബൈ സർക്കുലേഷനും പിന്നെ ബ്രീഫ് നോട്ടും, അതാണ് ഫസ്റ്റത്തെ ഇതിൽ പറയുന്നത്. അതിൽ നമ്മൾ ആകെ അഡീഷണൽ ചേർക്കുന്ന സെക്ഷൻ 175. പിന്നെ രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് അഡീഷണൽ ഡാറ്റന്റെ സെക്ഷൻ 161, പിന്നെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ, ഡയറക്ടേഴ്സിന്റെ ഡീറ്റെയിൽസ്, പിന്നെ എന്ന് മുതൽക്കാണ് ഡയറക്ടർ അപ്പോയിന്റ് ആയിട്ട് വരുന്നത്. പിന്നെ അടുത്തത് ഇയാളുടെ ടെന്യൂർ ആണ് മൂന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്. നാലാമത്തെ ഇതിനൊക്കെ മേൽനോട്ടം വഹിക്കാൻ വേണ്ടി, ഇയാളുടെ അപ്പോയിന്റ്മെന്റിൽ ഇതിനൊക്കെ മേൽനോട്ടം വഹിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡയറക്ടറിനെ ഓതറൈസ് ചെയ്തിരിക്കണം. അപ്പൊ അയാളുടെ ഡീറ്റെയിൽസ്, അതായത് നെയിം ഓഫ് ദി അതർ ഡയറക്ടർ, ഇതൊക്കെ കൊടുക്കുന്ന നാലാമത്തെ പാരഗ്രാഫിൽ പറയണ്ട. പിന്നെ ഇവരുടെ ഡയറക്ടേഴ്സിന്റെ കൺസെന്റ് അറിയിക്കണ പാർട്ടാണ് ലാസ്റ്റത്തെ പാർട്ട്. അതിൽ നൺ ഓഫ് ദി ഡയറക്ടേഴ്സ് ആർ ഡീംഡ് ടു ബി കൺസേൺ ഓർ ഇൻട്രസ്റ്റഡ് ഇൻ ദി റെസൊല്യൂഷൻ. ഈ റെസൊല്യൂഷനിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാർ അവരുടെ അസെന്റും ഡിസെന്റും റിക്വയർ മീറ്റിംഗും അറിയിക്കേണ്ട പാർട്ടാണ് ലാസ്റ്റത്തെ പാർട്ട്. അത് ഇതിന്റെ ഹാഫ് പോർഷൻ കഴിഞ്ഞു, ആ ക്വസ്റ്റ്യന്റെ ഹാഫ് ആൻസർ ചെയ്യും. ഇനിയാണ് അടുത്ത ഹാഫ് പോർഷൻ. നമ്മൾ റെസൊല്യൂഷൻ ബൈ സർക്കുലേഷനിൽ സെക്രട്ടറി സ്റ്റാൻഡേർഡ് 1 എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചില്ലേ, അതായത് എന്താ requirement under SSS1, each item of business must explain with the proposed details, relevant facts, scope, meaning, implication, director interest, concern in the resolution. ഈ സാധനമാണ് ബ്രീഫ് നോട്ടിൽ നമ്മൾ കൊടുക്കുന്നത്. ബ്രീഫ് നോട്ട് ഓൺ റെസൊല്യൂഷൻ ബൈ സർക്കുലേഷൻ, അപ്പോയിന്റ്മെന്റ് ഓഫ് ദി അഡീഷണൽ ഡയറക്ടർ. ദി കമ്പനി ഈസ് എക്സ്പാൻഡിങ് ഇസ് ബിസിനസ് ഇൻ UAE. ഇത് ഒന്നുമല്ല, ക്വസ്റ്റ്യൻ ആണ്. കമ്പനി അവരുടെ ബിസിനസ് UAE-യിലേക്ക് എക്സ്പാൻഡ് ചെയ്യാണ്. പിന്നെ അഡീഷണൽ ആയിട്ട് ഇയാളെ ഒന്ന് പൊക്കി പറയാൻ വേണ്ടിയിട്ട് ഡൈനാമിക്, യങ്, ക്വാളിഫൈഡ്, എക്സ്പീരിയൻസ് പേഴ്സൺ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അതായത് ആ വ്യക്തി ഡൈനാമിക് ആണ്, യങ് ആണ്, ക്വാളിഫൈഡ് ആണ്, എക്സ്പീരിയൻസ് ആണ് എന്ന് പറഞ്ഞിട്ട് അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇയാൾക്ക് എന്താ, മിസ്റ്റർ വിക്രം ഹാസ് ഡൺ ഹിസ് MTech ഫ്രം എസ്റ്റീംഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് ആഫ്റ്റർ ദി execute MBA from IIM Bangalore. He has 5 years of experience of working in a corporate sector, top management level, and can shoulder the responsibility for company is looking. ഇത് ക്വസ്റ്റ്യൻ ആണ് എടുത്ത് എഴുതിക്കുന്നത്. ഫസ്റ്റത്തെ ഇതിൽ എന്താ പറയുന്നത്, ഇയാളുടെ റീസൺ ഫോർ അപ്പോയിന്റ്മെന്റ്, എന്തിനാണ് ഇയാൾ അപ്പോയിന്റ് ചെയ്യുന്നത്, അതാണ് ഇതിൽ ഫസ്റ്റത്തെ കൊടുത്തത്. റീസൺ ഫോർ അപ്പോയിന്റ്മെന്റ്, അതായത് കമ്പനീന്റെ ബിസിനസ് UAE-യിലേക്ക് എക്സ്പാൻഡ് ചെയ്യാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു യങ്, ക്വാളിഫൈഡ്, എക്സ്പീരിയൻസ് ആയ ഒരാളെ ഡയറക്ടർ നീഡഡ് ആണ്, അതായത് ഒരു ഡയറക്ടറിന് നീഡഡ് ആണ്. അപ്പോൾ
അങ്ങനത്തെ ഒരു വ്യക്തി എന്ന് പറയുന്നത് മിസ്റ്റർ വിക്രമാണ്. മിസ്റ്റർ വിക്രം എങ്ങനത്തെ വ്യക്തിയാണ്? അയാൾക്കൊരു M.Tech ഉണ്ട്. എസ്റ്റീം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അയാൾ M.Tech പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തുക്കണു. IIM ബാംഗ്ലൂരിൽ നിന്ന് അയാൾ MBA എടുത്തുക്കണു. 5 വർഷത്തെ എക്സ്പീരിയൻസ് അയാൾക്ക് ഉണ്ട് എന്ന് പറയുന്നത്. ഇത് ക്വസ്റ്റ്യനിലുള്ള സാധനമാണ്. അത് കമ്പനിയിലൊക്കെ, അതായത് കമ്പനിക്ക് വേണ്ട എല്ലാ ക്വാളിഫിക്കേഷനും മിസ്റ്റർ വിക്രമിന് ഉണ്ട് എന്നാണ് ഇതിൽ പറയുന്നത്. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ എടുത്ത് എഴുതാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാം. ഇതിൽ അഡീഷണൽ ആയിട്ട് പ്രൊവിഷനോ ഒന്നുമില്ല. പിന്നെ he has provided that a declaration that he is not disqualified to be appointment of director of company and is then and consent to act as an additional director. ഇതിൽ നമ്മൾ ഈ സാധനമാണ് ഇതിൽ ഇമ്പോർട്ടന്റ്. ഈ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഞാൻ പറഞ്ഞില്ലേ സെക്ഷൻ 164, അതേപോലെ സെക്ഷൻ 152, അതായത് ഇയാൾ ഒരു തരത്തിലും ഒരു ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാൾ ഡിസ്ക്വാളിഫൈഡ് അല്ല. അതാണ് സെക്ഷൻ 164 പറയുന്നത്. അതാണ് ഇതിലും പറയുന്നത്. he has provided required declaration that he is not disqualified to appointment director of the company. ആ കമ്പനിയിൽ ഡിസ്ക്വാളിഫൈ ആയത് യാതൊരു തരത്തിലും ഇയാൾക്ക് ഡിസ്ക്വാളിഫിക്കേഷൻ മെറ്റ് ചെയ്യുന്നില്ല. അതാണ് ഫസ്റ്റത്തെ പ്രൊവിഷൻ, അതായത് ഫസ്റ്റത്തെ പോയിന്റ് പറയുന്നത്, അതായത് സെക്ഷൻ 164. പിന്നെ അയാൾ ഡയറക്ടറായിട്ട് ഈ ഡയറക്ടറിന്റെ ഓഫീസ് ഹോൾഡ് ചെയ്യാൻ അയാളുടെ കൺസെന്റ് കൊടുത്തിരിക്കുന്നു, സെക്ഷൻ 152. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫോം ഏതാണ്? ആരാണോ അജ്മൽ പറയും. അയാളെ കൺസെന്റ് കൊടുത്ത ഫോമിന്റെ നമ്പർ പറയും. ഒരു ഡയറക്ടർ അയാളുടെ ഓഫീസ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോം കൊടുക്കും. ആ ഫോം ഏതാണ്? DIR. ഓക്കെ, DIR 2. DIR 2 അയാൾ ഒരു തരത്തിലും ഡിസ്ക്വാളിഫൈഡ് അല്ല, ഒരു ഡയറക്ടർ ആവാൻ ഡിസ്ക്വാളിഫൈഡ് അല്ല. അതേപോലെ തന്നെ അയാൾ ആ കമ്പനിയിൽ ഡയറക്ടറിന്റെ ഓഫീസ് ഹോൾഡ് ചെയ്യാൻ കൺസെന്റ് നൽകിയിരിക്കുന്നു. അതാണ് ഈ 3ാമത്തെ പാരഗ്രാഫ് പറയുന്നത്. The articles of company provides that appointment of additional director by board of directors. ഇത് നമുക്ക് ആ നേരത്തെ ആൻസറിൽ നിന്ന് എഴുതാം. അതായത് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ, ഒരു അഡീഷണൽ ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിനിമം ആയിട്ട് വേണ്ടത് എന്താണ്? ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷന് ഒരു കമ്പനിയിൽ അഡീഷണൽ ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മതം നൽകി, ഓതറൈസ് ചെയ്തു. അതാണ് ഒരു അഡീഷണൽ ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിനിമം ആൻഡ് ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ, അതായത് ബേസിക് ആയിട്ടുള്ള കണ്ടീഷൻ. അതാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. ഈ കാര്യങ്ങളാണ് നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട പാർട്ട്. ഈ സംഭവം എന്ന് പറഞ്ഞാൽ ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഇത് ക്വസ്റ്റ്യൻ നിർത്തി എഴുതാം, അതിന് യാതൊരുവിധ പ്രശ്നവുമില്ല. പിന്നെ ഈ റെക്കമെൻഡ് ടു അപ്പോയിന്റ്മെന്റ് അഡീഷണൽ ഡയറക്ടർ ഓഫ് ദി കമ്പനി വിത്ത് എഫക്റ്റീവ് ഡേറ്റ് ഫ്രം ദി റെസൊല്യൂഷൻ ബൈ സർക്കുലേഷൻ ഈസ് പാസ്ഡ് ബൈ മെജോറിറ്റി ഓഫ് ഡയറക്ടേഴ്സ്. ഈ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ കണ്ടീഷൻ എന്താണ്? ജസ്ല പറയും. ഒരു റെസൊല്യൂഷൻ പാസ് ആവണമെന്നുണ്ടെങ്കിൽ അതിന്റെ കണ്ടീഷൻ എന്താണ്? മെജോറിറ്റി ഓഫ് ഡയറക്ടേഴ്സ് അതിനെ അംഗീകരിക്കണം എന്നാണ്. അതാണ് അതിന്റെ കണ്ടീഷൻ. അതുപോലെ തന്നെ ഈസ് റെക്കമെൻഡ് ടു അപ്പോയിന്റ്മെന്റ് അഡീഷൻ ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് കമ്പനി വിത്ത് എഫക്റ്റീവ് ഡേറ്റ് ഓഫ് റെസൊല്യൂഷൻ ബൈ സർക്കുലേഷൻ ഈസ് പാസ്ഡ് ബൈ മെജോറിറ്റി ഓഫ് ഡയറക്ടേഴ്സ്. ഇയാള് അഡീഷണൽ ഡയറക്ടർ ആയിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് മെജോറിറ്റി ഓഫ് ഡയറക്ടേഴ്സ് ഇതിന് സമ്മതിച്ചാൽ മാത്രമേ ഇയാൾ അഡീഷണൽ ഡയറക്ടറായിട്ട് അപ്പോയിന്റഡ് ആവുള്ളൂ. അതാണ് ഇതിലും പറയുന്നത്. ഇത്രയുള്ള സാധനം. പിന്നെ സിൻസ് ദി നെക്സ്റ്റ് ബോർഡ് മീറ്റിംഗ് ഈസ് നോട്ട് ലൈക്ലി ടു ബി ഹെൽഡ്, അതായത് ഇതിന്റെ അർജൻസി, ഈ ബ്രീഫ് നോട്ടിന്റെ, അതായത് ഈ ബ്രീഫ് നോട്ടിന്റെ ഇമ്പോർട്ടൻസിനെ കാണിക്കണം. എന്തിനാണ് ഇങ്ങനത്തെ ഒരു ബോർഡ് മീറ്റിംഗ് ഇല്ലാതെ ഒരു അപ്പോയിന്റ്മെന്റ് നടത്തുന്ന നിലയുടെ ഏറ്റവും വലിയ കാരണമാണ് ഈ 5ാമത്തെ പാരഗ്രാഫ് പറയുന്നത്. 6ാമത്തെ പാരഗ്രാഫ് പറയുന്നത് എന്തിനാണ് ഇയാളെ ബോർഡ് മീറ്റിംഗ് ഇല്ലാതെ അഡീഷണൽ ഡയറക്ടറായിട്ട് റെസൊല്യൂഷൻ ബൈ സർക്കുലേഷൻ മുഖാന്തരം തെരഞ്ഞെടുക്കുന്നത്. അതിന്റെ കാരണമാണ് ഈ 6ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്. സിൻസ് ദ നെക്സ്റ്റ് ബോർഡ് മീറ്റിംഗ് ഈസ് നോട്ട് ലൈക്ലി ടു ഹെൽഡ് ഏർലി it is proposed to appoint him as such by obtaining board approval through resolution by circulation to meet the urgency. Hence, a draft circular resolution along with the supporting document are attached herewith for information of the directors. ഇത് ക്വസ്റ്റ്യൻ നിർത്തുന്ന എഴുതാം. അതായത് ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്?
Question എന്ന് പറയുന്നില്ല. Since the next board meeting is not likely to held early, it is proposed to appoint him as an additional director. അതായത് ബോർഡ് മീറ്റിംഗ് അടുത്തൊന്നും നടക്കണില്ല. അപ്പൊ ഇയാളെ അപ്പോയിന്റ് ചെയ്യല്, കാരണം UAE ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാണ്. അപ്പൊ ഇയാളെ അപ്പോയിന്റ് ചെയ്യല് അത്രയും മാൻഡറ്ററി ആയിട്ടൊരു സംഭവമാണ്. അപ്പോ ഈ ബോർഡ് മീറ്റിംഗ് അടുത്തൊന്നും നടക്കില്ലെങ്കിൽ ഈ ഡിസിഷൻ പെട്ടെന്ന് നിർത്തേ പറ്റൂ. അപ്പൊ റെസൊല്യൂഷൻ ബൈ സർക്കുലേഷൻ മുഖാന്തരമേ ഇയാളെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ റീസൺ ആണ്, ആ കാര്യമാണ് ഇതിൽ പറയുന്നത്. അങ്ങനെ 6ാമത്തെ പാരഗ്രാഫ് വരും. Kindly to indicate your response to aforesaid resolution by appending your signature and the date of signing in space provided beneath the resolution, and return one copy to understand or email to the address mentioned below as to reach us on or before. All data are requested to return the resolution duly approved or otherwise and signed to that effect to registered office of company within a period of 7 days. ഈ കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു റെസൊല്യൂഷൻ ഓഫ് സർക്കുലേഷന് നമ്മൾ അയച്ചു കൊടുത്തിട്ട് അതിന്റെ റെസ്പോൺസ് കിട്ടേണ്ടതാണ് 7 ദിവസത്തിന്റെ ഉള്ളിൽ റെസ്പോൺസ് കിട്ടണം. അതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ബാക്കിയൊക്കെ നിങ്ങൾ കാണാതെ പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങളേതായുള്ള വേർഡ്സിൽ നിങ്ങൾ കൊടുക്കണം. ഇതിലൊന്നുമില്ല, കാര്യം പറയുന്നത് നിങ്ങളുടെ റെസ്പോൺസ് ഞങ്ങൾക്ക് നൽകണം, ഈ രീതിയിൽ നൽകണം, അതിന് നിങ്ങളുടെ ഇന്ന ഡേറ്റിന്റെ മുന്നിൽ ഇത് കിട്ടണം, അത്ര ഉള്ളൂ ഇതിൽ പറയുന്നത്. പിന്നെ ആ കമ്പനി അഡ്രസ്സിൽ ഇതിൽ പ്രൊവൈഡ് ചെയ്യണം. ഈ കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ പറയുന്നുള്ളൂ. ഇത് നിങ്ങൾ അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ട സാധനമാണ്. അതിപ്പോ ഇങ്ങനത്തെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ കൂട്ടിച്ചേർക്കണം. ബാക്കിയൊക്കെ പ്രൊവിഷൻസ് ആണ്. ഇത്രയുള്ള ഈ ക്വസ്റ്റ്യന് പറയുന്നത്. നമ്മൾ 2 ഡ്രാഫ്റ്റിംഗാണ് പഠിച്ചത്. 2 ഡ്രാഫ്റ്റിംഗ് നമ്മൾ പഠിച്ചിരിക്കണു. ഒന്നാമത്തേത് നമ്മുടെ ഓഡിറ്റ് കമ്മിറ്റിന്റെ ഡ്രാഫ്റ്റിംഗാണ് നമ്മൾ പഠിച്ചത്. ഓഡിറ്റ് കമ്മിറ്റിന്റെ ഡ്രാഫ്റ്റിംഗാണ് പഠിച്ചത്. അടുത്തത് പറഞ്ഞാൽ അഡീഷണൽ ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യാനുള്ള ഡ്രാഫ്റ്റിംഗാണ് നമ്മൾ പഠിച്ചത്, 2ാമത്തെ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാല്, ഈ ക്വസ്റ്റ്യന് ഞാൻ വാട്സപ്പിൽ ഇടും. പിറ്റേ ദിവസം നിങ്ങൾ ഇതിന്റെ ആൻസർ എഴുതി വരണം. നിങ്ങൾക്ക് ആൻസർ എഴുതിക്കണം, പക്ഷെ അത് നിങ്ങൾക്ക് ഇതിന്റെ പ്രാക്ടീസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പഠിപ്പിച്ചു തന്നു. നിങ്ങൾ പിന്നെ അത് പഠിപ്പിച്ച് നേരെ അങ്ങനെ പോയാൽ എന്താ കാര്യം? ഇത് ബുക്കിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കണം. അപ്പോൾ അതേപോലെ ഇതിന്റെ ആൻസർ വരും. ഇതിന്റെ നിങ്ങൾ ആൻസർ എഴുതി തരണം നാളേക്ക് 2 ക്വസ്റ്റ്യൻ്റെ. അതാണ് അസൈൻമെന്റ്, ഫസ്റ്റത്തെ അസൈൻമെന്റ്. ഇതിന്റെ PDF എങ്ങനെയാ വെച്ചാല് 2-3 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ എല്ലാ PDFന്റെയും ഡ്രാഫ്റ്റിംഗ് കഴിഞ്ഞാല് നമുക്ക് ഇതിന്റെ PDF ഇഷ്യൂ ചെയ്യും. അതായത് ഒരു ഡോക്യുമെന്റ് ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോ 2023 പിന്നെ കഴിഞ്ഞ വർഷം 3 എക്സാം ഉണ്ടാവും. അതിന്റെ എല്ലാ ഡ്രാഫ്റ്റിങ്ങും നിങ്ങൾക്ക് കഴിഞ്ഞാൽ മാത്രമേ ഇതിന്റെ PDF ഇഷ്യൂ ചെയ്യുള്ളൂ. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഓക്കെ.